Our speaker Sarath actually changed his user ID to blockchain a few months ago or something like that. No. So it's very rare to find someone whose user ID is blockchain. That is quite barrier. Yeah. So, but I think the recent fall in the price of Bitcoin probably has deflated him a little. But otherwise, I think it is a fascinating topic. So with that, let's turn it over to Sarath. So Sarath, why don't you give a quick, like a 30-second introduction of yourself for the benefit of people who haven't met you before, and then you can jump into your presentation. Thank you, Sarath. Sure, thank you, Partha. So, എൻ്റെ പേര് ശരത്. ഞാൻ US വന്നിട്ട് ഒരു 5 വർഷമായി. നാട്ടിൽ തൃശ്ശൂരാണ്. ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, 2 ഇയർ ആവണം നെക്സ്റ്റ് മന്തില്. പിന്നെ ജനറലി പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറുപ്പത്തിൽ മുതലേ എന്താ പറയാ ഫ്രീ തിങ്കർ എന്ന് പറയുന്നില്ല, ഒരു റാഷണലിസ്റ്റ് തിങ്കിങ്. ഇപ്പോ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് സോളിഡ് ആയിട്ട് വരുന്നു. ഐ എം ഷുവർ what I'm right now. So that's it. So let's it's already 12 o'clock hour Eastern, 11:45. So let's get into the topic. Before that, I just want to know, okay, let me try to share my screen. Okay, before we start, I would like to know how many of you have the cryptocurrency investments? One? Just Partha? Only Partha? Okay. So, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡീപ്പറായിട്ട് പോവും, അപ്പൊ അത് ബോറിംഗ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, കുറച്ച് ടഫായിട്ട് ഉള്ള ടോപ്പിക്കാണ്. ഞാൻ അത്ര നല്ല റൈറ്റർ ഒന്നുമില്ല, അപ്പോൾ പ്ലീസ് ബെയർ വിത്ത് മീ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ സെഷനിൽ ഞാൻ ബ്ലോക്ക് ചെയിൻ ആണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും ഞാനൊരു ബിറ്റ് കോയിന്റെ ഒരു പ്രിമൈസസിൽ നിന്നിട്ടാണ് പറയാൻ നോക്കുന്നത്. കാരണം ബിറ്റ് കോയിൻ ആണ് ബ്ലോക്ക് ചെയിനിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ്, ഒരു ഗോൾഡൻ ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ പറയാവുന്നത് ബിറ്റ് കോയിൻ ആണ്. അപ്പോൾ ഈ സെഷനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഒരുപാട് ബിറ്റ് കോയിന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ്, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള കോയിൻസും ബാക്കിയുള്ള കറൻസീസ് ടെക്നോളജീസ് ഒക്കെ നമുക്ക് ഇതിന് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലൊരു ബിറ്റ് കോയിനിലൊരു സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മനസ്സിലാക്കി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ബിറ്റ് കോയിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ത് പ്രോബ്ലം ആണ് ആക്ച്വലി ബിറ്റ് കോയിൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം ബിറ്റ് കോയിന്റെ ഒറിജിനാണ് ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജിയാണ് ഇവോൾവ് ചെയ്തത്. അപ്പോൾ ഏത് പ്രോബ്ലമാണ് നമ്മൾ ഈ ബിറ്റ് കോയിൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു പോയിന്റ് ഒന്ന് ട്രസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം തുടങ്ങി 2008 2008 ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു. പല ബാങ്കുകളും താഴെ പോയി. ആളുകൾക്ക് ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടൊരു അവസ്ഥ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ചാർട്ട് 2010 നടന്നൊരു സർവേ ആണ്. അതിൽ ഓൾമോസ്റ്റ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 25% ആളുകൾക്ക് കറന്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഈ ട്രസ്റ്റ് ആണ് കാണാൻ പറ്റുന്നില്ല കണ്ടന്റ്. ബെറ്റർ ആണോ? താങ്ക് യു. ഓക്കെ. അപ്പോ ഈ ട്രസ്റ്റ് ആണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ അഡ്രസ് ചെയ്യുന്ന നമ്പർ 1 പ്രോബ്ലം. ഈ ബിറ്റ് കോയിന്റെ പ്രിമൈസസ് തന്നെയാണ്. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായ സമയത്താണ് ഈ ബിറ്റ് കോയിന്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിന്റെ ഒറിജിൻ. അപ്പോൾ ട്രസ്റ്റ്, ബാങ്ക് സിസ്റ്റത്തിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ട്രാൻസാക്ഷൻ ഫീസ് ആണ്. അപ്പൊ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഒക്കെ 1.5 to 3% ട്രാൻസാക്ഷൻ ഫീസ് ആണ് ഈടാക്കുന്നത്. അപ്പോൾ JP Morgan Chase, ബാങ്ക് ഓഫ് അമേരിക്ക, വെൽസ് ഫാർഗോ ഇവരുടെ മാത്രം 2015 ട്രാൻസാക്ഷൻ ഫീ എന്നുള്ള റവന്യൂ $6 billion ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു റൈസ്. അപ്പൊ ഇതൊരു ഇഷ്യൂ ആണ്. മൂന്നാമതെന്ന് പറയുന്നത് ബാങ്കുകളെല്ലാം സെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ അവരുടെ ഡാറ്റ എല്ലാം സെൻട്രലൈസ്ഡ് സെർവേഴ്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് ഒബ്വിയസ്ലി അവർക്ക് DR സൈറ്റുകളൊക്കെ ഉണ്ടാവും, എങ്കിലും ഡാറ്റ എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ അത് ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ they'll take all the data.
അതുപോലെ ഈ ടാമ്പറബിൾ ആണ്. സെൻട്രലൈസ് സിസ്റ്റം ആകുമ്പോൾ അവിടെ ആർക്കെങ്കിലും ആക്സസ് ഉണ്ടെങ്കിൽ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ സാധിക്കും. അപ്പൊ അതൊരു ടാമ്പർ പ്രൂഫ് അല്ല, അതൊരു സെക്യൂരിറ്റി പ്രോൺ, അതായത് സെക്യൂരിറ്റി അറ്റാക്സ് ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ സിസ്റ്റത്തിനെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മള് വാട്സപ്പിലൊക്കെ നമ്മൾ ഫോട്ടോ അയക്കുന്ന പോലെ, നമ്മളൊരു ഇമെയിൽ ഒരാൾക്ക് അയക്കുന്ന പോലെ പിയർ ടു പിയർ ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്താൽ എന്താണ് കുഴപ്പം എന്നൊരു ആലോചന ഉണ്ടായി. അപ്പൊ ഇങ്ങനെ പിയർ ടു പിയർ നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോട്ടോ ഒരു കോപ്പിയാണ് നമ്മൾ അയക്കുന്ന ആൾക്ക് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ ഒരാൾക്ക് അയച്ചു കൊടുക്കാം, അത് സെയിം ഫോട്ടോ എനിക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ മണി ഇതുപോലെ പിയർ ടു പിയർ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം പ്രോബ്ലം വരും, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി ഡബിൾ സ്പെൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ ഒരാളുടെ $500 ഉണ്ട്, സെയിം $500 അദ്ദേഹത്തിന് താഴെ സ്ത്രീക്ക് അയച്ചു കൊടുക്കുന്നു, അതേപോലെ തന്നെ അതിൽ നിന്ന് ഒരു $400 വേറെ ആൾക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഡബിൾ സ്പെൻഡ് പ്രോബ്ലം കറന്റ് സിസ്റ്റത്തിൽ സോൾവ് ചെയ്യുന്നത് ബാങ്കുകളാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ ഈ നടുക്കിൽ നിന്നിട്ട് ഈ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ നടന്നു എന്ന് ഉറപ്പുവരുത്തണം. അതായത് ഒരാൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ നടന്നു, ബോത്ത് പാർട്ടീസ്, അതായത് സെൻഡറും റിസീവറും അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കറക്റ്റായി മണി ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നത് കറന്റ് സിസ്റ്റത്തിൽ ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ ട്രസ്റ്റഡ് തേർഡ് പാർട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാങ്കുകൾ, ഇത്രയും പ്രോബ്ലം ഉള്ള ബാങ്കുകൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് വേറൊരു സൊല്യൂഷൻ വേണം. അങ്ങനെ ഒരു സൊല്യൂഷനാണ് 2008 October 31 ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ വൈറ്റ് പേപ്പറിന്റെ പേര് ബിറ്റ്കോയിൻ എ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്നാണ്. ഈ വൈറ്റ് പേപ്പറിന്റെ ഓതർ എന്ന് പറയുന്നത് സാത്തോഷി നക്കമോട്ടോ എന്നാണ് ഇതിന്റെ പേര്. അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമല്ല. അദ്ദേഹം ഒരാളാണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിട്ടുണ്ടാക്കിയതാണോ നമുക്കറിയില്ല. എന്തായാലും ജസ്റ്റ് ഈ നെയിം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്തായാലും ആ വൈറ്റ് പേപ്പറിൽ ഒരു ടെക്നിക്കൽ സൊല്യൂഷൻ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പിയർ ടു പിയർ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ട്രസ്റ്റഡ് തേർഡ് പാർട്ടിനെ ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, ക്രിപ്റ്റോഗ്രഫി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ആ ടെക്നിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ടെക്നോളജിയാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ. ക്ലിയർ. ഇനി ഞാൻ കുറച്ച് ഈ ബ്ലോക്ക് ചെയിനിന്റെ ഒരു ഡെഫിനേഷൻ ആണ് ആക്ച്വലി സ്ലൈഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ എന്നൊരു ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞു കഴിഞ്ഞാല്, ബ്ലോക്ക് ചെയിൻ is a constantly growing ledger that keeps a permanent record of all the transactions that happen in a secure, chronological and immutable way. ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ആണ്. ലെഡ്ജർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ബുക്ക് പോലെ. ഈ അക്കൗണ്ട് ബുക്കിന്റെ പ്രത്യേകത പറഞ്ഞാൽ അത് പെർമനന്റ് ആണ്, അത് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആണ്, അത് സെക്യൂർ ആണ്, അത് ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പോ അതായത് മാറ്റാൻ പറ്റാത്ത കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ബുക്ക്, അത്രമാത്രമാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റും. കാരണം ഇത്രയും ഞാൻ പറയുന്നത് കൺവേ ആയില്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ പോയിട്ട് കാര്യമില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് തീരെ മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൈനേഴ്സ് ആണ്. മൈനേഴ്സ് എന്ന് പറയുന്നത് ഒരു മേജർ മൈനർ, അഡൾട്ട് മൈനർ എന്ന് പറഞ്ഞൊരു ഒരു അർത്ഥത്തിലല്ല, മൈൻ ചെയ്യുന്ന ആള് എന്നർത്ഥത്തിലാണ് മൈനർ എന്ന് പറഞ്ഞ ഈ. ഇപ്പൊ ബിറ്റ്കോയിൻ സെറ്റപ്പില്, ബിറ്റ്കോയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ സെറ്റപ്പില് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും ഒരു മൈനറാണ്. ആക്ച്വലി ഞാനൊരു എത്തേറിയം മൈനറാണ്. ഇപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യം ഹൈലി പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടർ വേണം. ഇപ്പൊ ബിറ്റ്കോയിന്റെ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ബിറ്റ്കോയിൻ ക്ലയന്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഈ നമ്മുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യണം. ദ മൊമെന്റ് യു കണക്ട് യുവർ മെഷീൻ ടു ദ നെറ്റ്വർക്ക്, ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിന്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്യും. ഈ ബ്ലോക്ക് ചെയിൻ ഞാൻ പറഞ്ഞു ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ ഈ ലെഡ്ജർ ആണ്, ഈ അക്കൗണ്ട് ബുക്ക് ആണ് ഈ ബ്ലോക്ക് ചെയിൻ. അത് ഈ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ മൈനറും, ഈ ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്ന എല്ലാ മൈനറുടെ അടുത്തും ഈ അക്കൗണ്ട് ബുക്കിന്റെ ഒരു കോപ്പി ഉണ്ടാവും. ഇനി ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പാർത്ത ഒരു 10 ബിറ്റ്കോയിൻ പ്രദീപിന് അയച്ചു കൊടുക്കുന്നു. ആ ട്രാൻസാക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും.
അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്റെ സിസ്റ്റം ബിറ്റ് കോയിൻ നെറ്റ്വർക്കിലുണ്ട്, എനിക്ക് ആ ട്രാൻസാക്ഷൻ കിട്ടും. എന്റെ സിസ്റ്റം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മെംപൂൾ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ ലോകത്തെ എല്ലാ സിസ്റ്റത്തിലേക്കും ഈ ട്രാൻസാക്ഷൻ എത്തിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനേഴ്സ് ഒരു മാജിക് നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിക്കും, ഒരു ക്രിപ്റ്റോഗ്രാഫിക് മാജിക് നമ്പർ. ഈ മാജിക് നമ്പർ എന്താണെന്നുള്ളത് ഞാൻ സബ്സിക്വന്റ് സ്ലൈഡിലേക്ക് പറയാം. അപ്പൊ ഈ ഒരു ക്രിപ്റ്റോഗ്രാഫിക് മാജിക് നമ്പർ കണ്ടുപിടിക്കാൻ ഈ സിസ്റ്റംസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിൽ ഒരു മൈനർ ഈ മാജിക് നമ്പർ കണ്ടുപിടിക്കുന്നതിൽ വിജയിക്കും. ആ മൈനർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മാജിക് നമ്പർ ഉപയോഗിച്ച് മാത്രമാണ് അതുവരെ അദ്ദേഹത്തിന്റെ മെമ്പോളുള്ള ട്രാൻസാക്ഷനെ ഒരു ബ്ലോക്കിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ബ്ലോക്കിനെ ബ്ലോക്ക് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യും. അതേസമയം ആ ബ്ലോക്ക് അദ്ദേഹം റെസ്റ്റ് ഓഫ് ദി നെറ്റ്വർക്ക്സിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പൊ ആ റെസ്റ്റ് ഓഫ് ദി നെറ്റ്വർക്ക് ഈ ബ്ലോക്കിനെ വെരിഫൈ ചെയ്യും. അദ്ദേഹം കണ്ടുപിടിച്ച് മാജിക് നമ്പർ വാലിഡ് ആണോ നോക്കും, ആ ബ്ലോക്കിലുള്ള ട്രാൻസാക്ഷൻസ് വാലിഡ് ആണോ നോക്കും. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ ബ്ലോക്കിനെ ബ്ലോക്ക് ചെയിനിലേക്ക് അവരെല്ലാവരും കയ്യിലുള്ള കോപ്പി ചെയ്തുള്ള ബ്ലോക്ക് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പൊ ഈ വർക്കിന് ഈ നമ്പർ കണ്ടുപിടിച്ച ആ മൈനർക്ക് സിസ്റ്റം റിവാർഡായിട്ട് ഇപ്പോഴത്തെ റേറ്റിൽ 12.5 ബിറ്റ് കോയിൻ കൊടുക്കും. അങ്ങനെയാണ് സിസ്റ്റത്തിനകത്ത് പുതിയ കറൻസി, പുതിയ ബിറ്റ് കോയിൻ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ ഫിയറ്റ് കറൻസിയൽ സെറ്റപ്പിൽ ഒരു സെൻട്രൽ ബാങ്ക്, ഇപ്പൊ നമ്മുടെ റിസർവ് ബാങ്ക് പോലെ പ്രിന്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഇതുപോലെ മൈനർക്ക് റിവാർഡ് ആയിട്ടാണ് ആക്ച്വലി പുതിയ ബിറ്റ് കോയിൻ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മൈനേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് ഈ ട്രാൻസാക്ഷൻ എല്ലാം പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടർ ലോകത്ത് ആർക്കും മൈനർ ആവുന്നു. യു ജസ്റ്റ് നീഡ് ടു ഹാവ് എ ഹൈലി പ്രോസസിംഗ് കമ്പ്യൂട്ടർ, കണക്ട് യുവർ ഇൻസ്റ്റാൾ എ ബിറ്റ്കോയിൻ ക്ലയന്റ്, കണക്ട് ടു ദ നെറ്റ്വർക്ക്, ദാറ്റ്സ് ഓൾ. എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ എല്ലാം പ്രോസസ് ചെയ്യുന്നത് ഈ മൈനേഴ്സ് ആണ്. അവര് ക്രിപ്റ്റോഗ്രാഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളരെ സെക്യൂർ ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രമാണ് സെക്യൂർ ആയിട്ട് ഈ ബ്ലോക്കിനെ ബ്ലോക്ക് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ആ ക്രിപ്റ്റോഗ്രാഫി സോൾവ് ചെയ്യുന്ന ആ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ വർക്കിന് റിവാർഡ് ആയിട്ടാണ് ആക്ച്വലി ഈ പുതിയ കോയിൻ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോസ് ചെയ്യാണ് ആക്ച്വലി. എനിക്ക് ജസ്റ്റ് വാണ്ട് ടു നോ യുവർ ഫീഡ്ബാക്ക്, ലൈക്ക് എനി ക്വസ്റ്റ്യൻസ് യു കാൻ ആസ്ക് മീ, ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ സബ്സിക്വന്റ് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഇപ്പം ഈ ബിറ്റ് കോയിൻ മൈനർ എക്സിസ്റ്റിംഗ് ബിറ്റ് കോയിൻ കോപ്പി ചെയ്യുമ്പം അതൊരു ഫുൾ കോപ്പിയാണോ? അതായത് ബിറ്റ് കോയിനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും അയാളെ വീട്ടിലെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ആക്ച്വലി 40 GB ഇപ്പൊ അതിന്റെ ബ്ലോക്ക് ചെയിന്റെ സൈസ് വരുന്നത്. ഇപ്പൊ ഫുൾ ആയിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്ത ബിറ്റ് കോയിൻ ആക്ച്വലി നമുക്ക് ഒഴിവാക്കണം. അതായത് ഇപ്പൊ നോമോർ 11 ട്രാൻസാക്ഷൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ 40 GB ആണ് കറന്റ് ഈ ബ്ലോക്കിന്റെ സൈസ്. ഇഫ് യു വാണ്ട് യു കാൻ കീപ്, അല്ലെങ്കിൽ ഒരു എന്തോ ചെറിയൊരു ഫിക്സും കൂടെ എല്ലാം നടത്തിയിട്ടുണ്ട് ഈ സൈസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ മാജിക് നമ്പർ എന്താണെന്ന് അതിന് ഞാൻ സബ്സിക്വന്റ് മാജിക് നമ്പർ എന്ന് പറയും. എന്താണ് ഈ മാജിക് നമ്പർ പിന്നെ പറയും. ഓക്കെ, താങ്ക്സ്. ശരത്, ഇതൊരു സ്കെയിലബിൾ സിസ്റ്റം ആണോ? ഒരു നോഡ് എല്ലാ ട്രാൻസാക്ഷനും കോപ്പി ചെയ്യുന്നു, അങ്ങനെ അതൊരു മൾട്ടിപ്പിൾ ചെയിൻ ആയി മാറില്ലേ? ഒരു നോഡ് എല്ലാ ട്രാൻസാക്ഷൻ കോപ്പി ചെയ്യുന്നു. പക്ഷെ ഒന്നുകൂടി ചോദ്യം ചോദിക്കും. ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ നോഡും ബാക്കിയുള്ള എല്ലാ നോഡിലും നടക്കുന്ന ട്രാൻസാക്ഷൻ കോപ്പി ചെയ്താൽ മാത്രമല്ല ഇതിന്റെ അകത്തൊരു ഒരു കോമൺ ആക്ച്വലി പറഞ്ഞാൽ നെറ്റ്വർക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക ലോങ്സ്റ്റ് ചെയിൻ ആണ്. ഇതൊരു കോമൺ റൂൾ ആണ്. ലോങ്സ്റ്റ് ചെയിൻ ആണ് സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത്. ഇപ്പോ നമ്മുടെ അടുത്ത് വേറൊരു ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഒരേ സമയം 2 മൈനർ സെയിം മാജിക് നമ്പർ കണ്ടുപിടിച്ചു നോക്കിയാൽ, ഡിഫറെന്റ് മാജിക് നമ്പർ കണ്ടുപിടിച്ചു നോക്കിയാൽ അവർ രണ്ടുപേരും അപ്പൊ എന്ത് ചെയ്യും, ഉടനടി ആ ബ്ലോക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും നെറ്റ്വർക്കിൽ മുഴുവൻ. അപ്പൊ എന്ത് ചെയ്യും, ആദ്യം എടുക്കാന്ന് വെച്ചാൽ ഒരാൾ US വിചാരിക്കുക, ഒരാൾ ഓസ്ട്രേലിയ ആണെന്ന് വിചാരിക്കുക, 2 മൈനേഴ്സ് ആണെന്ന് വിചാരിക്കാം. രണ്ടുപേരും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ മാജിക് നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേർക്കും സെയിം, ഓൾമോസ്റ്റ് സെയിം, ലൈക്ക് മില്ലി സെക്കൻഡ്സ് വ്യത്യാസത്തിൽ ഒരു മാജിക് നമ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. ആ മാജിക് നമ്പർ കിട്ടി, അദ്ദേഹം ആ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ആ മാജിക് നമ്പർ റെസ്റ്റ് ഓഫ് നെറ്റ്വർക്കിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ US അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലുള്ള മൈനേഴ്സിന് USC എന്നുള്ള ട്രാൻസ്മിറ്റ് ചെയ്ത ബ്ലോക്ക് ആയിരിക്കും കിട്ടുക. അപ്പൊ അവര് ആ ബ്ലോക്ക് എടുത്തിട്ട് അവരെ ബ്ലോക്ക് ചെയിലേക്ക് വെരിഫൈ ചെയ്തു, മാജിക് നമ്പർ ശരിയാണ്, അത് ആ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്തു. സെയിം ടൈമിൽ ഓസ്ട്രേലിയയിൽ ഉള്ള മൈനർ ഒരു ബ്ലോക്ക് അദ്ദേഹം കണ്ടുപിടിച്ച മാജിക് നമ്പറുള്ള ബ്ലോക്ക് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു വിചാരിക്കുക.
അപ്പൊ അവര് ഓസ്ട്രേലിയ അടുത്തുള്ള രാജ്യങ്ങള് അത് ആദ്യം കിട്ടും. രണ്ട് ഭാഗത്തുള്ളവർക്കും ഈ സെക്കൻഡ്സിന്റെ വ്യത്യാസം സെയിം ബ്ലോക്ക് കിട്ടും. പക്ഷെ ആദ്യം കിട്ടിയത് ഓസ്ട്രേലിയ സൈഡിലുള്ള രാജ്യങ്ങളിലുള്ള മൈനേഴ്സിന് കിട്ടിയത് ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ആ പർട്ടിക്കുലർ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഈ ബ്ലോക്ക് എടുത്തിട്ട്, അതായത് ഇപ്പൊ US സൈഡിലുള്ളവര് US സൈഡിൽ നിന്ന് കിട്ടിയ ബ്ലോക്ക് ആദ്യം എടുത്തിട്ട് അവർ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്തു. പക്ഷെ മറ്റേ ഓസ്ട്രേലിയൻ സൈഡിൽ നിന്നുള്ള ബ്ലോക്ക് എടുത്തിട്ട് ഒരു പ്രത്യേക ഏരിയയിൽ അവർ എടുത്തു വെക്കും. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത അവർ ഇമ്മീഡിയറ്റ്ലി ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദേ സ്റ്റാർട്ട് മൈനിങ് അഗെയിൻ ഫൈൻഡ് ദ നെക്സ്റ്റ് ബ്ലോക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ബ്ലോക്ക് ഇപ്പൊ US സൈഡിൽ നിന്നുള്ളവര് നേരത്തെ കിട്ടിയ US സൈഡിൽ നിന്നുള്ള ബ്ലോക്കിന്റെ മുകളിലാണ് പുതിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഓസ്ട്രേലിയ സൈഡിലുള്ളവർ ഓസ്ട്രേലിയ സൈഡിൽ കിട്ടിയ ബ്ലോക്കിന്റെ മുകളിൽ അടുത്ത ബ്ലോക്ക് ഉണ്ടാക്കി. അപ്പൊ അത് അങ്ങനെ ശ്രമിക്കുമ്പോ നെക്സ്റ്റ് ബ്ലോക്ക് എവിടെയാണ് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് US സൈഡിലാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ US സൈഡിലായിരിക്കും അടുത്ത ബ്ലോക്ക് വരിക. അപ്പൊ അടുത്ത ബ്ലോക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ കണ്ടുപിടിക്കുന്ന മനസ്സിലായി എന്റെ പ്രീവിയസ് ബ്ലോക്ക് റോങ് ആണ്, പ്രീവിയസ് ബ്ലോക്ക് ശരിക്കും US സൈഡിലുള്ള ബ്ലോക്കാണ് റെസ്റ്റ് ഓഫ് ദ നെറ്റ്വർക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, അവര് നേരത്തെ സൈഡിൽ നിന്നുള്ള ബ്ലോക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ബ്ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് പ്രീവിയസ് ആയിട്ടുള്ള അത് ഷെൽഫിൽ എടുത്ത് വെച്ചിട്ടുള്ള US സൈഡിലുള്ള ബ്ലോക്കിന്റെ മുകളിൽ അടുത്ത ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പൊ ഈ ബ്ലോക്ക് നോർമലി ബ്ലോക്കിലുള്ള ട്രാൻസാക്ഷൻ സെയിം ആയിരിക്കും. കാരണം രണ്ടുപേരും ഉണ്ടാക്കിയ ബ്ലോക്കിൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻ സെയിം, ചിലപ്പോൾ ചില ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പൊ എന്ത് ചെയ്യും, ആ ബ്ലോക്ക് ഒരു ഓപ്പൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയിലേക്ക് പോകും. തിരിച്ച് ആ ബ്ലോക്കിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം മെംപൂളിലേക്ക് തിരിച്ചു വരും. അടുത്ത ബ്ലോക്ക് കണ്ടുപിടിക്കുമ്പോൾ ആ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുക. ആക്ച്വലി ഇതിന് ഒരു ഫോർക്ക് എന്നാണ് ബിറ്റ് കോയിൻ ഒരു പെർസ്പെക്റ്റീവ് പറയാ, സോഫ്റ്റ് ഫോർക്ക് എന്ന് പറയും. അപ്പൊ ഈ സോഫ്റ്റ് ഫോർക്ക് എല്ലാ ദിവസവും ഉണ്ടാവും, ഓൺ ആവറേജ് എല്ലാ ദിവസവും ഈ സോഫ്റ്റ് ഫോർക്ക് ഉണ്ടാവും. സെയിം ടൈമിൽ രണ്ട് ആളുകൾ സെയിം മാജിക് നമ്പർ കണ്ടുപിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അത് നോർമലി ഇങ്ങനെ സോൾവ് ആയി പോവുകയും ചെയ്യാം. എനിക്കൊരു ക്വസ്റ്റ്യൻ അല്ല, ഐ തിങ്ക് ഞാൻ ചോദിച്ചത് ഒരു നോഡ് ചെയ്യുന്ന വർക്ക് തന്നെയല്ലേ ബാക്കി എല്ലാ നോഡും ചെയ്യുന്നത്? അപ്പം ഇതിന് ഞാൻ പറഞ്ഞു, ഈ ചോദ്യം നമുക്ക് ഇവിടെ ഷെൽഫിൽ വെക്കാം. നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരും, അപ്പോൾ നമുക്ക് വീണ്ടും അഡ്രസ് ചെയ്യാം. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതുവരെ പറഞ്ഞതില്. ശരത് പറഞ്ഞു ബിറ്റ് കോയിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലാണ്: ട്രസ്റ്റ്, ട്രാൻസാക്ഷൻ റേറ്റ്, പിന്നെ ടാമ്പർ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് പറയുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി അതുവരെ മനസ്സിലായി. പിന്നീട് ആക്ച്വലി ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഓഫ് മണി തന്നെയല്ലേ, ബാങ്കിങ് സിസ്റ്റം പോലെ മണി ട്രാൻസാക്ഷൻ തന്നെയല്ലേ നടക്കുന്നത്? അതെ അതെ, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ കറൻസി മാത്രമാണ്. ഇപ്പൊ എന്റെ കയ്യിലൊരു മണി എനിക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ലാതെ, ഒരു ബാങ്ക് ഇല്ലാതെ തന്നെ ഷായ്ക്ക് അയച്ചു തരാൻ സാധിക്കും. എനിക്കൊരു ബാങ്ക് ഇല്ല, ഈ സിസ്റ്റം, ഈ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അത് വെരിഫൈ ചെയ്യും ട്രാൻസാക്ഷൻ വാലിഡ് ആണോ എന്നുള്ളത്. നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വെരിഫൈ ചെയ്യും. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, പകരം ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്സ് ഓഫ് മൈനേഴ്സ് ആണ് ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നത്, ഇത് പ്രോപ്പർ ആണോ എന്നുള്ളത്. അവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആക്ച്വലി ട്രാൻസാക്ഷൻ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് ചെയ്യുമ്പോൾ ഈ മൈനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണന്റ് എന്താണ് അവിടെ ചെയ്യുന്നത്, മാജിക് നമ്പർ എന്താണ് അവർ ചെയ്യുമ്പോൾ ആക്ച്വലി മറ്റേ ആൾക്ക് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന റിസീവിംഗ് എൻഡിലെ ആൾക്ക് പൈസ കിട്ടിയോ അതോ കിട്ടിയില്ലയോ? ആക്ച്വലി ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ബുക്ക് ആണ്. ഉദാഹരണത്തിന് ബാങ്ക് എന്താ ചെയ്യണത്, നമ്മുടെ അക്കൗണ്ട് ബുക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യണത് അല്ലെ. ഈ മൈനേഴ്സിന്റെ കയ്യിലാണ് ആക്ച്വലി ഈ അക്കൗണ്ട് ബുക്ക് ഇരിക്കുന്നത്. എല്ലാ മൈനേഴ്സിന്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സുൽത്താൻ തന്നെ ഒരു ബിറ്റ് കോയിൻ ക്ലയന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഉടനടി ഈ അക്കൗണ്ട് ബുക്ക് മുഴുവൻ ഡൗൺലോഡ് ചെയ്യും കമ്പ്യൂട്ടർ. പിന്നെ വരുന്നപ്പോ, അതായത് അതുവരെ നടന്നിട്ടുള്ള സ്റ്റാർട്ട് ഓഫ് ടൈം, ബിറ്റ് കോയിൻ തുടങ്ങിയത് മുതലുള്ള ഇതുവരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും ആ അക്കൗണ്ട് ബുക്കിലുണ്ട്. ഓക്കെ, അപ്പൊ ബാങ്കിന്റെ കറന്റ് സ്റ്റേറ്റ് ഇനി നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഓൾറെഡി വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഓക്കെ, ഈ അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഈ പൈസ വാലിഡ് ആണോ, അതിന് കുറെ ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ്സ് ഉണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, അതൊക്കെ കുറിച്ച് നമ്മൾ അടുത്ത സബ്സിക്വന്റ് സ്ലൈഡിൽ പറയും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ട്രാൻസാക്ഷൻ വാലിഡ് ആണോ നോക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ബാങ്കിന് പകരം ആ വർക്ക് ചെയ്യുന്നത് ഈ മൈനേഴ്സ് ആണ്. ബാങ്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിനൊരു സർവീസ് ആണ് ബാങ്ക് തരുന്നത്. പകരം ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള
ഒരു എൻവയോൺമെന്റ്, ഡീസെൻട്രലൈസ്ഡ് ഒരു എൻവയോൺമെന്റ്. അവിടെ ആർക്ക് വേണമെങ്കിലും ഈ സർവീസ് കൊടുക്കാൻ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ഈ മൈനേഴ്സ് ഒരു ബാങ്കിങ് സർവീസ് ആണ് കൊടുക്കുന്നത്. അവര് ഈ സിസ്റ്റത്തിലേക്ക് അവർ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ അവരാണ് ഈ ട്രാൻസാക്ഷൻ മൊത്തം എന്താ പറയാ വാലിഡ് ആണെന്ന് നോക്കുന്നു, അവരെ എല്ലാം പിടിച്ചിട്ട് ആ അക്കൗണ്ട് ബുക്കിലേക്ക് ആഡ് ചെയ്യുന്നു. അതിന് റിവാർഡായിട്ട് ഒരു മണി കൊടുക്കുന്നു. അങ്ങനെയാണ് പുതിയ മണി ഈ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത്. അതാണ് ഇതിനുള്ള വ്യത്യാസം ആക്ച്വലി. ഓക്കെ, അപ്പൊ ഈ ട്രാൻസാക്ഷന് ടൈം ഉണ്ടോ? അതായത് മൈനേഴ്സ് ഒക്കെ ഫോർ എക്സാമ്പിൾ ഒരു സിനാരിയോയില് മൈനേഴ്സ് ഒക്കെ അങ്ങ് മ്യൂട്ടായെന്ന് വെച്ചോളൂ, എല്ലാവരും ഉറങ്ങുകയാണോ, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് വെച്ചോളൂ, അപ്പൊ ഈ ട്രാൻസാക്ഷൻ അപ്പൊ നടക്കത്തില്ല. അപ്പൊ ഇത് ബാങ്കിങ് സിസ്റ്റത്തിൽ ഇത് ചിലപ്പോൾ സംഭവിച്ചിരിക്കും. ബാങ്കിങ് സിസ്റ്റം ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നടക്കുന്ന ഒരു സെൻട്രലൈസ് സിസ്റ്റം ആണ്. അപ്പൊ അത് ഡൗൺ ആയി സംഭവിക്കും. പക്ഷെ ഇതെന്ന് പറയുന്നത് ലോകത്ത് ഇന്റർനെറ്റ് മൊത്തം ഡൗൺ ആയി കഴിഞ്ഞാൽ മാത്രം ഈ സിസ്റ്റം ഫെയിൽ ആവുള്ളൂ. കാരണം ലോകം മുഴുവൻ ഉള്ള മൈനേഴ്സ് 24 എന്റെ മൈനിങ് കമ്പ്യൂട്ടർ ഒരിക്കലും നെവർ ഷട്ട് ഡൗൺ. അങ്ങനെ കാരണം ഐ ഗെറ്റ് റിവാർഡ് ഫോർ ദാറ്റ്, റൈറ്റ്? അപ്പോ എങ്ങനെ ലോകത്തുള്ള മില്യൺസ് ഓഫ് മൈനേഴ്സ് ആണ് ഇതിനെ സപ്പോർട്ട് പവർ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ കോസ്റ്റ് അതിലേക്ക് ഞാൻ വരാം. ഇതൊരു സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ പല കോയിൻസും നമ്മൾ അതിലേക്ക് വരാം. ഞാൻ ബിറ്റ് കോയിൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഡിപ്പെൻസ് ആണ്, പല കറൻസിക്ക് പലതാണ്. ബിറ്റ് കോയിനിൽ ഇപ്പൊ കൂടുതലായി നിൽക്കുന്നത് അതിന്റെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പൊ അതിനെ സോൾവ് ചെയ്യുന്ന പല ആൾട്ടർനേറ്റീവ് കോയിൻസ് കറന്റ് മാർക്കറ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ വരാം. സ്കെയിലബിലിറ്റി ഇഷ്യൂസ് നമ്മൾ അതിന്റെ ലിമിറ്റേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. രണ്ട് ചോദ്യം, ഒന്ന് അരുണിന്റെ ചോദ്യം, സ്കെയിലബിലിറ്റിയുടെ ചോദ്യം അല്ലെ, ട്രാൻസാക്ഷൻ ഫീ. ഞാൻ എഴുതി വെക്കട്ടെ, മറന്നു. നമ്മൾ ചാറ്റിൽ ഒന്ന് ഇട്ടാ മതി. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ കുറച്ചും കൂടി നമുക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും ഇതിന്റെ. അപ്പൊ ഇത് ആക്ച്വലി ഇത് ഈ ബ്ലോക്ക് ചെയിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് സാറ്റോഷി നക്കമോട്ടോ Jan 3, 2009 മൈൻ ചെയ്തു. അതിനുശേഷമുള്ള എല്ലാ ബ്ലോക്കുകളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു ഒരു ക്ലയന്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു കോപ്പി കിട്ടും. അപ്പൊ അതിൽ ഇതുവരെ നടന്ന എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാവും. സന്തോഷ് നക്കമോട്ടോ Jan 3, 2009 നടത്തിയ ട്രാൻസാക്ഷൻ തൊട്ട് കറണ്ട് ടൈം വരെയുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ ലഭ്യമാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടാണ് എന്താണ് ഒരു മൈൻ എന്നുള്ളൊരു സെറ്റപ്പ്. ഇത് എന്റെ മൈനാണ് ആക്ച്വലി. ഇത് വളരെ ചെറിയൊരു സെറ്റപ്പാണ്. അപ്പൊ ഇതില് ഈ മുകളിൽ കാണുന്ന ടേപ്പ് പോലെ കാണുന്നതാണ് ഗ്രാഫിക്സ് കാർഡ്സ് ആണ്. അപ്പൊ ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈലി കപ്പാസിറ്റി ഉള്ള പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന മാജിക് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒത്തിരി എന്താ പറയുക കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി വേണ്ട ഒരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഹാർഡ്വെയർസ് വേണം. എസ്പെഷ്യലി ഡിസൈൻസ് ഹാർഡ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടാമ്പർ പ്രൂഫ് ആണ്, പെർമനന്റ് ആണ്, സെക്യൂർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ യുക്തിവാദികളായതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് പോയിട്ട് ഇതൊരു ക്രിപ്റ്റോഗ്രഫി ഉള്ള ടോപ്പിക്കാണ്. ഇത്തിരി ബുദ്ധിമുട്ടാണ്, കൺവേ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഞാൻ പരമാവധി ശ്രമിക്കാം. സോ ടെക്നോളജി സൈഡിൽ വർക്ക് ചെയ്തവർക്കൊക്കെ എളുപ്പമായിരിക്കും. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിലാണ് അവർക്കും പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇതൊരു SHA-256 ഹാഷിംഗ് അൽഗോരിതം എന്ന് പറയും. ഇത് NSA ഡെവലപ്പ് ചെയ്തൊരു അൽഗോരിതം ആണ്. ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അൽഗോരിതത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാല് നമുക്കൊരു സിഗ്നേച്ചർ കിട്ടും. ഈ സിഗ്നേച്ചർ SHA-256 ഈ സിഗ്നേച്ചർ 256 ഉള്ള ഒരു സിഗ്നേച്ചർ ആയിരിക്കും. 256 ബിറ്റ് എന്ന് പറഞ്ഞാല് ഇത് ആക്ച്വലി ഹെക്സാഡെസിമൽ നമ്പർ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 64 ബിറ്റ് ഉള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആയിരിക്കും. ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ ബേസ് 16 ആയിട്ട് നമ്പർ ആണ്. അതായത് ഇപ്പോ ഡെസിമൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 10 വരെ ഉള്ളത് ബേസ് ഡെസിമൽ ആണെങ്കിൽ അപ് ടു 16. അപ്പോ 9 കഴിഞ്ഞ പിന്നെ ABCDEF വരെ 16 ഉള്ള ഡിജിറ്റൽ ഹെക്സാഡെസിമൽ നമ്പർ ആയിട്ടാണ് ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഇത് വൺ ഡയറക്ഷനിലാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിന്റെ ഹാഷ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാഷ് തിരിച്ചൊരിക്കലും നമുക്ക് ടെക്സ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഹലോ എന്നൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിനൊരു ഹാഷ് കിട്ടി, എനിക്ക് 256 ബിറ്റ് ഉള്ള ഒരു ഹാഷ് കിട്ടി. എനിക്ക് തിരിച്ചൊരിക്കലും ഈ ഹാഷ് വാല്യൂന്ന് തിരിച്ച് ഹലോ എന്നുള്ള ടെക്സ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു വൺ ഡയറക്ഷനിലാണ്. രണ്ടാമത്തെ കാര്യം, വി ക്യാൻ സേ ഇറ്റ്സ് കൊല്യൂഷൻ ഫ്രീ. അതായത് ഇപ്പോ ഹലോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിന്റെ ഹാഷ് ഒരിക്കലും ഹലോ 1 എന്ന് പറയുന്ന വേറൊരു ടെക്സ്റ്റിന്റെ ഹാഷ് ആയി മാറില്ല. Which is safe to assume hash of x equal to hash of y, then it's safe to assume x equal to y. So basically ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ബേസിക്കലി നമ്മളിപ്പോ ഡാറ്റാബേസിലൊക്കെ പാസ്വേഡ് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഹാഷിംഗ് അൽഗോരിതം ഉപയോഗിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പാസ്വേഡ് ഇപ്പൊ വെൽക്കം 123 എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഹാഷ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. കാരണം ആരെങ്കിലും നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഹാക്ക് ചെയ്ത് കയറിയാൽ പോലും
അവർക്ക് ഈ ഹാഷ് വാല്യൂ ആണ് കിട്ടുക. അവർക്ക് ഒരിക്കലും തിരിച്ച് ആ പാസ്വേഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതിനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹലോ 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 കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ഈ SHA-256 ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. ആക്ച്വലി ഇതൊരു ആൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ള വളരെ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഹാഷ് കിട്ടി. അപ്പൊ ഇത് ഈ ഹലോ എന്ന് പറയുന്ന പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ ഹാഷ് ആണ് ഈ കാണുന്നത്. ഇതൊരു 64 ബിറ്റുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഞാനിവിടെ ഹലോ ഡോട്ട് എന്നിട്ട് കഴിഞ്ഞാൽ ഈ ഹാഷ് മാറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഈ ടെക്സ്റ്റ് മാറുന്നതനുസരിച്ച് ഈ ഹാഷ് ഇവിടെ മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു ഇപ്പൊ ഈ ടെക്സ്റ്റിന് എനി സൈസ് ആയാൽ പോലും നമുക്കിപ്പോ ഗോഡ് ഡെലിവേഷൻ എന്ന പുസ്തകത്തിന്റെ മുഴുവൻ കണ്ടന്റ് എടുത്തിട്ട് ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഏരിയയിൽ പേസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന ഹാഷ് ഈ 256 ബിറ്റുള്ള 64 ഡിജിറ്റ്സ് ഉള്ള ഹെക്സാഡെസിമൽ നമ്പർ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് നമ്മളൊരു ഡോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പൊ ആ മെസ്സേജിന്റെ ഒരു പർട്ടിക്കുലർ മെസ്സേജിന്റെ എക്സാക്ട് ഒരു സിഗ്നേച്ചർ ആയിരിക്കും ഈ ഹാഷ്. ഹോപ്പ് ദാറ്റ് മേക്സ് സെൻസ്. നമ്മൾ ഇനി ഈ ഹാഷ് വെച്ചിട്ടാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹാഷിങ്ങിന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഇനി അടുത്ത് ഈ ഹാഷ് വെച്ചിട്ട് എങ്ങനെയാണ് ബിറ്റ് കോയിന്റെ ബ്ലോക്ക് ബിൽഡ് ചെയ്യണമെന്ന് അതിന് മുന്നേ ചെറിയ ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കി നോക്കും. ബിറ്റ് കോയിന്റെ അല്ല, ഇതിനോട് സമാനമായ ബ്ലോക്ക് ഉണ്ടാക്കി നോക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ബിറ്റ് കോയിന്റെയും അല്ലെങ്കിൽ സാധാരണ ബ്ലോക്ക് ചെയിൻ എന്നുള്ള ഈ ഡാറ്റ സ്ട്രക്ചർ, ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ ഈ ബ്ലോക്കില് ഒരു ബ്ലോക്ക് നമ്പർ ഉണ്ട്, ഈ നൺസ് എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്, ഡാറ്റ എന്നൊരു ഫീൽഡ് ഉണ്ട്, ഹാഷ് ഉണ്ട്. ഈ ഹാഷ് ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്നത് ഈ ബ്ലോക്ക് നമ്പർ, ഈ നൺസ്, ഈ ഡാറ്റ എന്ന് പറയുന്ന ഏരിയയിലുള്ള ടെക്സ്റ്റ്, ഇത് ഈ 3 ഇൻപുട്ട് ചേർത്തിട്ടാണ് ഈ ഹാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഹാഷ് ഒരു വാലിഡ് ഹാഷ് ആവണമെങ്കിൽ ഇതിന് 4 ലീഡിങ് സീറോസ് വേണം. ഓക്കെ, ഇവിടെ ഇത് വെച്ചിട്ടാണ് ആക്ച്വലി ബിറ്റ് കോയിൻ അതിന്റെ ഒരു കൺസെപ്റ്റ് ആയ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞൊരു സംഭവം കൺട്രോൾ ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി ലെവൽ ഞാൻ ഇത് കഴിഞ്ഞ മാക്സിമൈസ് ചെയ്യാം പ്രസന്റേഷൻ പ്ലീസ്. മാക്സിമൈസ് ചെയ്യാൻ ഇതൊരു ബ്രൗസർ ആണ് ആക്ച്വലി. റോങ് പേജാ കാണിക്കുന്നത് തോന്നുന്നു. ഇപ്പോ പേജ് 10 കാണുന്നത്. പേജ് 10 ഞാനിപ്പോ പ്രസന്റേഷൻ അല്ല കാണിക്കും. ഓ പ്രസന്റേഷൻ ആണ് കാണുന്നത് നിങ്ങള്. ഞാൻ ബ്രൗസർ ആണ് ആക്ച്വലി. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടാ. ഓ സോറി. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പം നിങ്ങളെ മാത്രം കാണുന്നത്. ഓ സോറി ഞാൻ നേരത്തെ പറഞ്ഞ ശേഷം പറയുന്നത്. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നതാണ് ആക്ച്വലി. ഇവിടെ ഇപ്പൊ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹാഷ് ഉണ്ടായല്ലോ, ഇത് ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിനുള്ള ഹാഷ് ആണ്. നമ്മളിവിടെ ഈ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഹാഷ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ എത്ര വലിയ കണ്ടന്റ് നമ്മൾ കൊടുത്താലും ഈ ഹാഷ് എന്ന് പറയുന്നത് 256 ബിറ്റ് ആയിരിക്കും. നമ്മളൊരു പുസ്തകം തന്നെ ഈ ഡാറ്റയിൽ പേസ്റ്റ് ചെയ്താലും, ഈ ഡാറ്റ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ഫീൽഡിൽ പേസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഹാഷ് എന്ന് പറയുന്നത് 256. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1V ആണ്. ഈ ഹാഷിൽ നിന്ന് ഒരിക്കലും എനിക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കില്ല. ഓൾറൈറ്റ്, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഹാഷ് വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ബ്ലോക്ക് ശ്രദ്ധിക്കുക. ഇതിനൊരു ബ്ലോക്ക് നമ്പർ ഉണ്ട്, ഒരു നൺസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് നമ്പർ മാത്രമാണ്. ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഭാഗത്താണ് ആക്ച്വലി ബ്ലോക്കിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. ഈ ബ്ലോക്ക് നമ്പർ, നൺസ്, ഈ ഡാറ്റ, ഈ 3 ചേർത്തിട്ടാണ് ഈ ഹാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു റൂള് ബിറ്റ് കോയിൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ ബിറ്റ് കോയിൻ ഈ എക്സാമ്പിളിലേക്ക് പറയാം. ഇതിന് 4 ലീഡിങ് സീറോസ് ഉണ്ട്. ഇങ്ങനെ 4 ലീഡിങ് സീറോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആക്ച്വലി ബ്ലോക്ക് വാലിഡ് ആയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കുറച്ച് ടൈപ്പ് ചെയ്തു, $10 to Sarath. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് റെഡ് കളർ വാലിഡ് ആയി. എന്തുകൊണ്ട് ഈ ബ്ലോക്ക് ഇൻവാലിഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഷിന് 4 ലീഡിങ് സീറോസ് ഇല്ല. 4 ലീഡിങ് സീറോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബ്ലോക്ക് വാലിഡ് ആവുള്ളൂ. ഈ ആക്ച്വലി ഈ ഹാഷ് എന്ന് പറയുന്നത്
ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ് ഞാൻ പറഞ്ഞു. ബിറ്റ് കോയിൻ അതിലൊരു കൺസെപ്റ്റ് ആണ് ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത്. ഈ ഡിഫിക്കൽറ്റി ലെവൽ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് ഈ ഹാഷ് വെച്ചിട്ടാണ്. ഈ ഹാഷിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രമാണ് ആ ബ്ലോക്ക് വാലിഡ് ആവുള്ളൂ. അപ്പൊ ഇത് നമ്പർ ആയതുകൊണ്ട് ലീഡിങ് സീറോസ് വെച്ചിട്ടാണ് ആ നമ്പറിനേക്കാൾ ചെറുതാണോ എന്ന് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സിനാരിയോയിൽ ഇപ്പൊ ഞാൻ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന സിനാരിയോയിൽ 4 ലീഡിങ് സീറോസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആ പർട്ടിക്കുലർ നമ്പറിനേക്കാൾ ചെറുതാവുള്ളൂ ഈ ഹാഷ് വാല്യൂ. അപ്പോ എനിക്കിവിടെ ഈ ട്രാൻസാക്ഷൻ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല, ബ്ലോക്ക് നമ്പർ മാറ്റാൻ സാധിക്കില്ല. എനിക്ക് ആ കൂടി മാറ്റാൻ പറ്റുന്നത് ഈ നൺസ് എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോ ഞാൻ ഇതിന് മാറുന്നതനുസരിച്ച് ഇവിടെ ഹാഷ് മാറുന്നുണ്ട്. എനിക്ക് ഇവിടെ 1 2 3 4 5 എന്ന് അടിച്ചു നോക്കാം. ഈ ബട്ടൺ ഞെക്കാം, ഈ മൈൻ എന്നുള്ള ബട്ടൺ. ഞാൻ ഈ മൈൻ എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാല് കമ്പ്യൂട്ടർ പല നമ്പറുകളും ട്രൈ ചെയ്യും, 1 മുതൽ ട്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നമ്പറിന് ഈ ഹാഷിന്റെ വാല്യൂ 4 ലീഡിങ് സീറോസ് ഉള്ള ഒരു ഹാഷ് വാല്യൂ കണ്ടുപിടിക്കും. ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്യാൻ പോവാ. Okay, now the block is valid. Actually, Bitcoin miners അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ മൈനേഴ്സ് കണ്ടുപിടിക്കുന്ന മാജിക് നമ്പർ എന്ന് പറയുന്നത് ഈ നൺസ് ആണ്. അതായത് ഒരു ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ബ്ലോക്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ഹാഷ് കണ്ടുപിടിക്കണം. ആ ഹാഷിന് ഒരു ഡിഫിക്കൽറ്റി, ആ ഹാഷിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ലെവലിനേക്കാൾ താഴെയുള്ള ഒരു ഹാഷ് നമ്പർ ആയിരിക്കണം. അപ്പൊ കറണ്ട് ബിറ്റ്കോയിൻ സിസ്റ്റത്തില് 18 ലീഡിങ് സീറോസ് വേണം ആ ഹാഷിന്. അപ്പോ അത്രയ്ക്കും എന്താ പറയാ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് ആക്ച്വലി ഇങ്ങനെ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ മൈനേഴ്സ് കണ്ടുപിടിക്കുന്ന മാജിക് നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി നൺസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്ലോക്കിന് ബ്ലോക്ക് ചെയിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇട്ട് എങ്ങനെയാണ് ഈ ഹാഷ് വെച്ചിട്ട് ബ്ലോക്ക് ചെയിൻ സെക്യൂർ ആക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ ഇമ്മ്യൂട്ടബിൾ ആണ്, ടാമ്പർ പ്രൂഫ് ആണെന്നൊക്കെ പറയാവുന്ന ആ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നോക്കുക, ഈ വീഡിയോ എന്റെ സ്ക്രീനിൽ ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്ലോക്ക് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കുറെ ബ്ലോക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ വ്യത്യസ്തമായിട്ട് ഇവിടെ പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡും കൂടി കൊണ്ടുവരാം. അപ്പൊ ഇവിടെ 4 ഇൻപുട്ട് വെച്ചിട്ടാണ് ഈ ഹാഷ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹാഷിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 ഇൻപുട്ട് ഉണ്ട്. 1 ബ്ലോക്ക് നമ്പർ, 2 നൺസ്, 3 ഡാറ്റ, 4 ഈ പ്രീവിയസ് എന്ന് പറഞ്ഞൊരു സംഭവം. പ്രീവിയസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഈ ബ്ലോക്ക് 5 നോക്കിക്കഴിഞ്ഞാല് ഈ ബ്ലോക്ക് 5ന്റെ പ്രീവിയസ് വാല്യൂ എന്ന് പറയുന്നത് ബ്ലോക്ക് 4ന്റെ ഹാഷ് ആണ്. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4 ലീഡിങ് സീറോസ് ഉണ്ട്. AE 8BBBBC എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെ വാല്യൂ അത് തന്നെയാണ്, 4 ലീഡിങ് സീറോസ് AE 8BBC. തിരിച്ചു പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് 4ന്റെ പ്രീവിയസ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ബ്ലോക്ക് 3യുടെ ഹാഷ് ആണ്. അങ്ങനെ ഈ ബ്ലോക്കുകളെ അങ്ങനെ ലിങ്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഒരു അറ്റാക്കർ വന്നിട്ട് ബ്ലോക്ക് 3യിൽ വന്നിട്ട് ഒരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്തു. അദ്ദേഹം ദ മൊമെന്റ് ഹി ടച്ചസ് ഇറ്റ് ദ ഹാഷ് ചേഞ്ചസ്. ഹാഷ് ചേഞ്ചസ് മാത്രമല്ല, ഇതിനൊരു ഡോമിനോ എഫക്ട് ഉണ്ട്. അതായത് ബ്ലോക്ക് 3യുടെ ഹാഷ് മാറുമ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ബ്ലോക്ക് 4 ഉണ്ടാക്കിയത്. അപ്പൊ ആ ബ്ലോക്ക് 4ന്റെ ഹാഷ് മാറും. അപ്പൊ ആ ബ്ലോക്ക് ഇൻവാലിഡ് ആവും. ബ്ലോക്ക് 4ന്റെ ഹാഷ് മാറി കഴിഞ്ഞാൽ ബ്ലോക്ക് 5ന്റെ ഇൻവാലിഡ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയിൻ ബ്രേക്ക് ആവും. അപ്പൊ നെറ്റ്വർക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക ലോങ്സ്റ്റ് ബ്ലോക്ക് ആണ്. ഒരു അറ്റാക്കറിന് ഒരിക്കലും ലോങ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബിറ്റ് കോയിന്റെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് എപ്പോഴും സിസ്റ്റത്തിനകത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള മൈനേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. എപ്പോഴും മെജോറിറ്റി ഹോണസ്റ്റ് ആയിട്ടുള്ള മൈനേഴ്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ലോങ്സ്റ്റ് ബ്ലോക്ക് ഒരു അറ്റാക്കറിന് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നെറ്റ്വർക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക ലോങ്സ്റ്റ് ബ്ലോക്കിനായിരിക്കും. ഇപ്പൊ ഇത് ഒരു അറ്റാക്കർ വന്നിട്ട് ഇങ്ങനെ ഒരു ഡാറ്റ കറപ്റ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ഫിക്സ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഓരോ ബ്ലോക്കായിട്ട് മൈൻഡ് ചെയ്യണം. അപ്പൊ ഓരോ ബ്ലോക്കും മൈൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ബിറ്റ് കോയിനില് അല്ലെങ്കിൽ ബിറ്റ് കോയിന്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 10 മിനിറ്റ്സ് എടുക്കും. അതായത് ആ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 10 മിനിറ്റ്സ് എടുക്കും. അപ്പോ ഈ അറ്റാക്കർ അദ്ദേഹം ചെയ്ത ഹാക്ക് സോൾവ് ചെയ്ത് വരുമ്പോ ഓരോ ബ്ലോക്ക് ആഡ് ചെയ്ത് വരുമ്പോ ഓരോ 10 മിനിറ്റ്സിലാണ് അദ്ദേഹം പുതിയ ബ്ലോക്ക് ആഡ് ചെയ്ത് വരിക.
നെറ്റ്വർക്ക്സ് എന്ത് ചെയ്യും, അതിനേക്കാൾ വലിയ ബ്ലോക്സ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഓരോ 10 മിനിറ്റ്സിൽ പുതിയ ബ്ലോക്ക് ആഡ് ചെയ്യും. ഇവിടെയാണ് ആ ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. ഇത് വെച്ചിട്ടാണ് ആക്ച്വലി ഇത് കൺട്രോൾ ചെയ്യുന്നത്. ബിറ്റ് കോയിന്റെ അൽഗോരിതം ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ, ഒരു ബ്ലോക്ക് മൈൻ ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 10 മിനിറ്റ്സ് എടുക്കണം. അപ്പോൾ എന്താ പറ്റുക, പുതിയ കമ്പ്യൂട്ടേഴ്സ് ആഡ് ചെയ്യും, പുതിയ ഹാർഡ്വെയർസ് വരുന്നു, പുതിയ മൈനർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ കമ്പ്യൂട്ടേഷൻ പവർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ബിറ്റ് കോയിൻ അൽഗോരിതം പറഞ്ഞാൽ സോ ഇന്റലിജന്റ്, ഇറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദാറ്റ് ഡിഫിക്കൽട്ടി ലെവൽ. എവറി 2 വീക്സിൽ അത് നോക്കും, ലാസ്റ്റ് 2 വീക്സിൽ എത്ര സമയം കൊണ്ടാണ് മൈനേഴ്സ് മൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അത് 10 മിനിറ്റ്സിനൊക്കെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഡിഫിക്കൽട്ടി ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഹാഷിംഗ് എത്ര കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ടോ അതിനനുസരിച്ച് ഈ എന്താ പറയുക ഡിഫിക്കൽട്ടി ലെവല് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആ ലോജിക് അൽഗോരിതത്തിൽ ബിൽഡിനാണ്, ഓട്ടോമാറ്റിക്കലി സിസ്റ്റമിൽ അഡ്ജസ്റ്റ്. അപ്പോൾ മൈനേഴ്സിന് ഒരിക്കലും അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് ഒരിക്കലും ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ഈ ഡിഫിക്കൽട്ടി ലെവല് ഇങ്ങനെ അതിന് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അവർക്ക് ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു ഈ സെക്യൂരിറ്റിയിലെ ഫണ്ടമെന്റൽ ആയിട്ട് സംഭവം. Bitcoin has been there for almost 8 years. 2008ലാണ്, almost 10 years, 10 years. ഇതുവരെ ഇതിന് ടാമ്പർ പ്രൂഫ് ആണെന്നുള്ളതിന് എന്താ പറയാ, ഇത്രയും കാലത്തെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആക്ച്വലി നോ വൺ ക്യാൻ ബ്രേക്ക് ഇറ്റ് അൺലെസ് ഇപ്പൊ 51% ഓഫ് ദ നെറ്റ്വർക്ക് ബിലോങ്സ് ടു എ അറ്റാക്കർ. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ബ്രേക്ക് ഇറ്റ്. അല്ലാത്ത പക്ഷം ഇപ്പൊ സിസ്റ്റത്തിനകത്ത് majority honest nodes ആണെങ്കിൽ there is no way he can break the system. Okay, questions? ഒരു ക്വസ്റ്റ്യൻ, ഈ ഡിഫിക്കൽട്ടി ലെവലിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം എന്തെങ്കിലും ഈ കമ്പ്യൂട്ടിംഗ് ഇതിൽ എന്തെങ്കിലും ഒരു വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വന്നിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര വലിയ മാഗ്നിറ്റ്യൂഡിൽ ഈ കമ്പ്യൂട്ടിംഗ് പവർ ചേഞ്ച് ആവുന്ന എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഡിഫിക്കൽട്ടി ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി 256 ഈ ഹാഷിന്റെ ഇതിൽ ഇപ്പൊ ലൈക്ക് 18 സ്റ്റാർട്ടിംഗ് സീറോസ് എന്നുള്ളത് അതിന് ഒരു ലിമിറ്റ് വരില്ലേ? അപ്പം ഈ ഇങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ടെക്നോളജി വന്നിട്ട് ആ ലിമിറ്റ് ഡിഫിക്കൽട്ടി ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഇടുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ ഡിഫിക്കൽട്ടി ലെവലും ബിറ്റ് കോയിൻ സംഭവിക്കുന്നതാണ്. ആക്ച്വലി ബിറ്റ് കോയിൻ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ഒരു എവോൾവിംഗ് ഇക്കോസിസ്റ്റം ആണ്. നമുക്ക് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാം, എന്താ പറയാ, മാറ്റങ്ങൾ വരുത്താം, അതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവർ ഈ പ്രോബ്ലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങുന്ന പല ആൾട്ടർനേറ്റീവ് കോയിൻസ്, ഞാൻ പറയുന്നത് ബിറ്റ് കോയിൻ എന്താ പറയാ എല്ലാ കാലത്തേക്കും സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആണെന്നല്ല പറയുന്നത്. വരുന്നുണ്ട് അവർ ഓൾറെഡി. പയോട്ട എന്ന് പറഞ്ഞ കോയിൻ അവർ പറയുന്നത് ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അവര് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അൽഗോരിതംസ് ഉപയോഗിക്കും. ഈ ബിറ്റ് കോയിന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിറ്റ് കോയിനിൽ ഒബ്വിയസ്ലി ബിറ്റ് കോയിന് ഇപ്പൊ അങ്ങനെ ഒരു ത്രെട്ട് കഴിഞ്ഞാൽ അവര് അതിനുള്ള മാറ്റങ്ങൾ കറണ്ട് സിസ്റ്റത്തിൽ ഈ പ്രോബ്ലം ഉണ്ട്, അത് അഗ്രി ചെയ്യുന്നു. അതായത് ബിറ്റ് കോയിൻ കറണ്ട് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് മേ ബി 2040 ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വരും. ആ സമയത്ത് ഇത് സസ്റ്റൈനബിൾ മോഡൽ ആണോ എന്നുള്ളതായിട്ട് സംശയം. ഓക്കെ, അപ്പോ ഈ സ്ലൈഡ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്. ഒരു ക്വസ്റ്റ്യൻ ഈ ഓരോ ട്രാൻസാക്ഷനും അപ്പം ഇപ്പോഴത്തെ പ്രകാരം about 10 minutes to verify every single transaction. അതെ, ആക്ച്വലി 10 minutes എന്ന് പറയുന്നത് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സമയമാണ്. അതായത് ഇപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ പോയിട്ട് മെമ്പൂളിൽ വെയിറ്റ് ചെയ്യും. അപ്പൊ ആ ട്രാൻസാക്ഷൻ കൺഫേം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൺസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഈ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ആ ടൈം എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിന്റെ കേസിൽ 10 minutes ആണ്. ഓക്കെ, ബിറ്റ് കോയിൻ സെറ്റ് ചെയ്തിട്ടുള്ള ടൈമാണ്. 10 minutes നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ആ ഡിഫിക്കൽട്ടി ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള ടൈമാണ് 10 minutes. അപ്പോൾ 10 minutes എടുക്കും ബിറ്റ് കോയിന്റെ കേസിൽ ഈ ഒരു ട്രാൻസാക്ഷൻ വാലിഡ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി ബിറ്റ് കോയിൻ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വക്കേറ്റ്സ് പ്രിഫർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് വെയിറ്റ് ഫോർ 2-3 കൺഫർമേഷൻ. കാരണം നമ്മൾ എത്രയോ ബ്ലോക്കിൽ താഴെ പോകുന്നു അല്ലെങ്കിൽ അടിയിലേക്ക് പോകുന്നു, ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഇറ്റ്. ഒരു അറ്റാക്കറിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 5-6 ബ്ലോക്സ് താഴത്താണെങ്കിൽ അദ്ദേഹത്തിന് ആ 6th ബ്ലോക്കിൽ ട്രാൻസാക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹി ഹാസ് ടു മൈൻ നെക്സ്റ്റ് 5 blocks അല്ലെ. അപ്പോ അതുകൊണ്ട് ഇപ്പൊ വലിയൊരു എമൗണ്ട് $1 million ട്രാൻസാക്ഷൻ നടത്തുന്നെങ്കിൽ വെയിറ്റ് ഫോർ 6 കൺഫർമേഷൻ അങ്ങനെയാണ് അത് പറയുന്നത്.
അപ്പൊ ഞാനിപ്പം സാധാരണ കേസിൽ ഇപ്പൊ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ എവിടെയെങ്കിലും പോയി ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു ആൻഡ് ഐ തിങ്ക് ഗെറ്റ്സ് കൺഫേംഡ് ഇൻ ലെറ്റ്സ് സേ 5 seconds or something, റൈറ്റ്? അപ്പൊ അങ്ങനത്തെ കേസിന് ബിറ്റ് കോയിൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമോ? അതോ ഈ 10 minutes എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമായി തരുമോ? ഒബ്വിയസ്ലി ഇത് സ്കേലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതില് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർലേ ബ്ലോക്ക് ചെയിൻ ആണ്. എല്ലാ ട്രാൻസാക്ഷനും ഈ ബ്ലോക്ക് ചെയിനിൽ ചെയ്യുന്നതിന് പകരം ഈ ഓവർലേ ബ്ലോക്ക് ചെയിനിലെ ട്രാൻസാക്ഷൻസ് മെയിൻ ബ്ലോക്ക് ചെയിനിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ച്വലി ഈ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂസ് ആണ് ആക്ച്വലി ഒരു അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് കോയിൻസ് പലരും അഡ്രസ് ചെയ്ത് നെം എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ട്. അവര് ഈ എന്താ പറയുക സെക്കൻഡ്സിൽ ആക്ച്വലി ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ബിറ്റ് കോയിനിൽ 7 മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ഐഡിയൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ 7 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്സ് ആണ്. പക്ഷെ വിസ നടത്തുന്നത് പറയുന്നത് 4000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്സ് ആണ് വിസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിറ്റ് കോയിന് വിസയായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ വിസയെ അഡ്രസ് ചെയ്യണോ എന്നുള്ള ചോദ്യം ഉണ്ട്. ചില ആളുകൾ പറയുന്നത് ബിറ്റ് കോയിൻ ആക്ച്വലി ഇസ് നോട്ട് എ കറൻസി, ഇറ്റ്സ് സംതിങ് ലൈക്ക് ഗോൾഡ്, ട്രാൻസാക്ട് വിത്ത് ഗോൾഡ് എവറി ഡേ. നീ ഹൈലി സെക്യൂർ ആയിട്ടുള്ളൊരു ഒരു സ്റ്റോർ ആയിട്ട് ബിറ്റ് കോയിൻ നിന്നാൽ മതിയോ? ബാക്കി ഓൾട്ടർനേറ്റീവ് കോയിൻസ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഇഷ്യൂ അഡ്രസ് ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ആ സമയത്ത് ബിറ്റ് കോയിൻ തന്നെ ഇതൊക്കെ സോൾവ് ചെയ്യണം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഡെവലപ്മെന്റ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഇനി ഇതിന്റെ മുകളിലേക്കുള്ള പല ഓൾട്ടർനേറ്റീവ് കോയിൻസ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ തന്നെ അത് സോൾവ് ചെയ്യണം. ഇപ്പൊ ലൈറ്റിംഗ് ബിറ്റ് കോയിന്റെ മുകളിലാണ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോജക്ട് നടക്കുന്നത്. അപ്പൊ അത് സോൾവ് ചെയ്യോ എന്നൊക്കെ നമുക്ക് കണ്ടിരുന്നതാണ്. ആക്ച്വലി അതിന്റെ എന്റെ ഒരു ഡൗട്ട്, ഗവൺമെന്റ്സിന് തന്നെ കറൻസി ഇഷ്യൂ ചെയ്തൂടെ ബിറ്റ് കോയിൻ പിന്നെ ക്രിപ്റ്റോ കറൻസി? ഒബ്വിയസ്ലി മൈനിങ് കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒക്കെ സേവ് ചെയ്യാലോ, ട്രാൻസാക്ഷൻ കോസ്റ്റ് ടൈം സ്പീഡപ്പ് ചെയ്തൂടെ? ചെയ്യാം. ഞാനും വിചാരിക്കുന്നത് ചിലപ്പോ ഗവൺമെന്റ് അവരുടെ ക്രിപ്റ്റോ കറൻസി ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല. ക്രിപ്റ്റോ കറൻസി പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പൊ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് ഉണ്ട്. നമുക്ക് ഗവൺമെന്റിന് മാത്രം ആക്സസ് ഉള്ള പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇതൊരു ലിബർട്ടേറിയൻ അല്ലെങ്കിൽ അങ്ങനെ പെർസ്പെക്ടീവ് ചിന്തിക്കും. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഇപ്പൊ ഈ പബ്ലിക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ അങ്ങനെ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്ന്. അപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ ഈ കറൻസിയുടെ എന്താ പറയാ പ്രൊഡക്ഷൻ അവർ കൺട്രോൾ ചെയ്യും. ഇവിടെ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. അതിന്റെ ഒരു ലിമിറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഡിസ്ക്ലൈമർ പറയാൻ മറന്നുപോയി. ആക്ച്വലി ഞാനൊരു എക്കണോമിക്സിൽ യാതൊരുവിധ ഐഡിയ ഉള്ള ആളല്ല. പ്രദീപനും പാർട്ടിയെ പോലെയൊക്കെ ആളുകൾ അത് വെച്ച് കമന്റ് ചെയ്യും. അപ്പോൾ എനിക്കതിൽ വലിയ ഐഡിയ ഇല്ലാത്ത ആളാണ്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഇവിടെ ഈ ബിറ്റ് കോയിൻ കേസിലാണെങ്കിൽ 21 മില്യൺ ആണ് ബിറ്റ് കോയിന്റെ ലിമിറ്റ്. ഇപ്പൊ ഓരോ 10 മിനിറ്റിൽ ഇപ്പോൾ 12.5 ബിറ്റ് കോയിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബിറ്റ് കോയിനിൽ ഒരു ഹാഫിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ബിറ്റ് കോയിന്റെ പ്രൊഡക്ഷൻ എല്ലാ 4 ഇയേഴ്സിലും പകുതിയായിട്ട് കുറയും. അതായത് പ്രൊഡക്ഷൻ ഉദ്ദേശിച്ചത് ഈ മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ്. ആദ്യം ഫസ്റ്റ് 4 ഇയേഴ്സിൽ മൈനേഴ്സിന് ഒരു ബ്ലോക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ 50 ബിറ്റ് കോയിൻ റിവാർഡായി കിട്ടിയിരുന്നു. നെക്സ്റ്റ് 4 ഇയേഴ്സിൽ അപ് ടു 2016 വരെ 25 ബിറ്റ് കോയിൻ ആയിരുന്നു റിവാർഡായി കിട്ടുന്നത്. ഇപ്പൊ 12.5 ബിറ്റ് കോയിൻ ആണ്. 2020 കൂടിയിട്ട് അതൊരു 6.25 ബിറ്റ് കോയിൻ ആവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ 2140 ബിറ്റ് കോയിൻ പ്രൊഡക്ഷൻ തീരും. അതായത് ഇപ്പൊ ഈ ബിറ്റ് കോയിൻ സിസ്റ്റത്തിൽ ബിറ്റ് കോയിൻ ഉണ്ടാവുന്നത് ഈ മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് ആയിട്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബിറ്റ് കോയിൻ പ്രൊഡക്ഷൻ തീരും. അപ്പോൾ ഇതൊരു ഇൻഫ്ലേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെയോ ആരും കൺട്രോൾ ഇല്ലാത്ത ഇൻഫ്ലേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അസറ്റ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഗവൺമെന്റിന് 1:1 റേഷ്യോയിൽ ഇറക്കാലോ ഡോളർ ടു കോയിൻ ഇറക്കാം. പക്ഷെ അതിന്റെ കൺട്രോൾ ഗവൺമെന്റിലായിരിക്കും. അപ്പൊ ഗവൺമെന്റിന് കൂടുതൽ ഗവൺമെന്റിന് ഇറക്കാൻ സാധിക്കും. അപ്പൊ ഈ കറൻസി ഇഷ്യൂ റേറ്റും ബ്ലോക്ക് ലെജറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ടോട്ടലി ഇൻഡിപെൻഡന്റ് അല്ലേ? ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളതാണല്ലോ. കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് ബിറ്റ്കോയിൻ കറൻസിയുടെ സപ്ലൈ ഇങ്ങനെ ലിമിറ്റഡ് പെർ ഇയർ ആണെന്ന് പറഞ്ഞല്ലോ. ബ്ലോക്ക് ചെയിൻ ആയിട്ട് കാൽക്കുലേഷൻസ് ആയിട്ട് ഒരു ബന്ധമില്ല. ഇല്ല, ഇത് കാൽക്കുലേഷൻ യാതൊരു ബന്ധമില്ല. അതായത് ഇത് ഒരു ഹാഫിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതിൽ അൽഗോരിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 4 ഇയേഴ്സിൽ 50 ആയിരിക്കും, പിന്നത്തെ 4 ഇയേഴ്സിൽ 25 ആയിരിക്കും. ഇപ്പോൾ കറണ്ട് അപ് ടു 2020 വരെ 12.5 ആയിരിക്കും. അത് കാലത്ത് നെക്സ്റ്റ് 4 ഇയേഴ്സിൽ 6.25 ആയിരിക്കും. അങ്ങനെ ഹാഫിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത്
അത് എന്തിനാ അങ്ങനെ ചെയ്തത് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല. ആക്ച്വലി ഇത് ഇൻഫ്ലേഷനായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് ഐഡിയ. അതെ അതെ അതെ, അങ്ങനെയാണ് എന്റെ ഐഡിയ. പിന്നെ കാണുന്ന ഇലക്ട്രിസിറ്റി കോസ്റ്റ്, മൈനിങ്ങിന്റെ ഇലക്ട്രിസിറ്റി കോസ്റ്റ്. ഞാൻ പണ്ട് ഒരു 5 years 6 years മുമ്പ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിച്ചതാ. പിന്നെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് നോക്കിയപ്പോ വേണ്ട. സമീർ വില്ലണറായിട്ട് എസെൻസിന് മുഴുവൻ സ്പോൺസർ ചെയ്തേനെ. അപ്പൊ നമ്മളൊരു പ്രൂഫ് ഓഫ് വർക്ക് ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറഞ്ഞ സംഭവം. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം, ഒരു പാരാഡിം അൽഗോരിതം ഉണ്ട്. ആക്ച്വലി ബിറ്റ് കോയിനും ഒരു പ്രൂഫ് ഓഫ് വർക്ക് ഇതാണ് പറയുന്നത്. അതായത് ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യണം, ഒരു പസിൽ സോൾവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ബിറ്റ് കോയിൻ അതാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ മൈനേഴ്സിന് ഈ മാജിക് നമ്പർ നമ്മൾ നോൺസ് കണ്ടുപിടിക്കണം. അപ്പൊ നോൺസ് കണ്ടുപിടിക്കാൻ ഒരു കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോ ഈ പ്രൂഫ് ഓഫ് വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പസിൽ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതേ സമയത്ത് ഇത് വെരിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഇവിടെ ബിറ്റ് കോയിനും കേസിൽ അത് തന്നെയാണ്. അതായത് മാജിക് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരിക്കൽ കണ്ടുപിടിച്ച് റെസ്റ്റ് ഓഫ് നെറ്റ്വർക്കിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ നമ്പർ ഇട്ട് നോക്കിയാൽ മാത്രം മതി. അത് കണ്ടുപിടിക്കാൻ, അതായത് വെരിഫൈ ആ പ്രോബ്ലം വെരിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ പ്രൂഫ് ഓഫ് വർക്ക് അൽഗോരിതം കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഡിഫിക്കൽറ്റി ടാർഗറ്റ് പറഞ്ഞതിലേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഹാഷിംഗ് പവർ കൂടുന്നതനുസരിച്ച് ഈ പ്രോബ്ലത്തിന്റെ, ഈ പസിലിന്റെ ഡിഫിക്കൽറ്റി സിസ്റ്റം കൺട്രോൾ ചെയ്യും. കൂടുതൽ ആളുകൾ മൈൻഡ് ചെയ്യണം, കൂടുതൽ കപ്പാസിറ്റി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുമ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ കൂടും. ആളുകൾ വിട്ടുപോകുകയാണെങ്കിൽ ഡിഫിക്കൽറ്റി ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയും. അങ്ങനെ ആവറേജ് ടൈം ടു മൈൻ 10 minutes ആക്കി വെക്കാനുള്ള കൺട്രോൾ ആണ് ഇവിടെ ഡിഫിക്കൽറ്റി ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊരു സ്ലൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ 4 components ആണ് ആക്ച്വലി ബിറ്റ് കോയിൻ ഉള്ളത്. ഒന്നാമത്തെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ എവറിത്തിങ് ഇസ് സോഫ്റ്റ്വെയർ, ഓൾ ദ ലോജിക് എവറിത്തിങ് ഇസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ സോഫ്റ്റ്വെയർ. ആ പെർസ്പെക്റ്റീവ്. രണ്ടാമത്തെ കാര്യം ക്രിപ്റ്റോഗ്രഫിയാണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയറിന്റെ കോറിൽ യൂസ് ചെയ്തത് മുഴുവൻ ക്രിപ്റ്റോഗ്രഫിക്കാണ്. ക്രിപ്റ്റോഗ്രഫിക്കുള്ള ടെക്നിക്സ് ആണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഹാർഡ്വെയർ ആണ്. അപ്പൊ ഈ പറയുന്ന സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത് മൈനേഴ്സിന്റെ ഹാർഡ്വെയറിനകത്താണ് ഇത് റൺ ചെയ്യുന്നത്. പറയുന്നത് ഗെയിമിംഗ് തിയറി. ഒരു സെക്കൻഡ്, ശരത്തിന്റെ പ്രസന്റേഷൻ കാണുന്നില്ല. ഓ സോറി, സീൻ സ്വിച്ച് ചെയ്തുകൊണ്ട്. ഓക്കെ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ള സ്ലൈഡ് ഇതായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതാണ് 4 കാണുന്നുണ്ടല്ലോ സ്ക്രീൻ? ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ ആണ് ഒരു കമ്പോണന്റ്. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ജസ്റ്റ് സോഫ്റ്റ്വെയർ. അപ്പൊ അതിലുള്ള റൂൾസും ടെക്നിക്സും ഒക്കെ ഡിഫൈൻ ചെയ്തത് ക്രിപ്റ്റോഗ്രഫിയുടെ കോർ വാല്യൂസ് അല്ലെങ്കിൽ കോർ ടെക്നോളജീസ് വെച്ചിട്ടാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്നാമത് ഹാർഡ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത് മൈനേഴ്സിന്റെ ഹാർഡ്വെയർ ആണ്. നാലാമത്തെ പറഞ്ഞത് ഗെയിമിംഗ് തിയറി. ഇതൊരു ഗെയിം പോലെയാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് തിയറി പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി ഈ ഹോൾ സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈ നമ്മളിപ്പോ പറഞ്ഞ എവറി 10 minutes there is a game starts. ആ ഗെയിം എന്ന് പറയുന്നത് ഈ മാജിക് നമ്പർ നൺസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള എല്ലാ മൈനേഴ്സും എന്ത് ചെയ്യും? ആ നൺസ് കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങും. അതിൽ ഒരു മൈനർക്ക് ആ നൺസ് കിട്ടും. ഉടനെ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ മൈനർ എന്ത് ചെയ്യും? അത് റെസ്റ്റ് ഓഫ് നെറ്റ്വർക്കിന് അയച്ചു കൊടുക്കും. അപ്പൊ റെസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് അത് വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്തിട്ട് അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവർ ആ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യും. ആ കണ്ടുപിടിച്ച മൈനർക്ക് 12.5 ബിറ്റ് കോയിൻ റിവാർഡായി കൊടുക്കും. ഈ ഗെയിം അഗെയിൻ കണ്ടിന്യൂസ്. അപ്പൊ ഇത് ഹോൾ തിങ് ഇസ് എ ഗെയിം, അല്ലെങ്കിൽ ആ ഗെയിമിംഗ് തിയറിയുടെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മള് വേറെ കുറച്ച് കാര്യങ്ങൾ, ക്രിപ്റ്റോഗ്രഫി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മള് നമുക്ക് ബിറ്റ് കോയിൻ ഉണ്ട്, അതെങ്ങനെ സെക്യൂർ ആക്കി വെക്കാം. അപ്പൊ ആ ഭാഗമാണ് ആക്ച്വലി. ആ ഭാഗത്ത് നമ്മൾ അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് കീ എൻക്രിപ്ഷൻ എന്നൊക്കെ പറയും. അപ്പൊ ആക്ച്വലി ഇവിടെ 2 കീസ് ഉണ്ട്. ഒരു കീ ഉണ്ട്, ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ് പോലെ ഇരിക്കും. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാണ്. പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ് പോലെയാ, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ബോക്സ് പോലെയാ. നമുക്ക് ഈ കോയിൻ അയക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് നമ്മുടെ പബ്ലിക് കീ അഡ്രസ്സിലേക്കാണ് അയക്കുക. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഒരു കീ പോലെയാണ്, ലോക്ക് പോലെയാ. നമ്മുടെ പബ്ലിക് മെയിൽ ബോക്സിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് കീയിലേക്ക് വന്നിട്ടുള്ള ആ ടോക്കൺസിന് അല്ലെങ്കിൽ ആ കറൻസി ബിറ്റ് കോയിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രൈവറ്റ് കീ വേണം.
ഈ പ്രൈവറ്റ് കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്രിപ്റ്റോ കറൻസി കൺസെപ്റ്റിൽ. ഈ പ്രൈവറ്റ് കീ നമ്മൾ ആരെടുത്തും ഷെയർ ചെയ്യാൻ പാടില്ല. ഇത് ഇന്റർനെറ്റിലിരിക്കുന്ന മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൈവറ്റ് കീ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ പൂട്ട് പൊളിച്ചിട്ട് നമ്മുടെ മണി എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ? നെവർ എവർ ഷെയർ പ്രൈവറ്റ് കീ വിത്ത് എനിവൺ. അപ്പോൾ ഈ വാലറ്റ് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. വാലറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഏരിയകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ ഉണ്ടാക്കും. പബ്ലിക് കീ നമ്മുടെ അക്കൗണ്ട് അഡ്രസ് പോലെ ഇരിക്കും. ബേസിക്കലി ഹാഷ് ഓഫ് യുവർ പബ്ലിക് കീ ആണ് നമ്മുടെ അഡ്രസ്. ഹാഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹാഷിംഗ് അൽഗോരിതം. പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യണത്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ സൈൻ ചെയ്യണം. അങ്ങനെ ഡിജിറ്റലി സൈൻ ചെയ്താൽ മാത്രമാണ് ആ ട്രാൻസാക്ഷൻ വാലിഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് കീ വെച്ചിട്ട് സൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് സാധിക്കുള്ളൂ. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി നേരത്തെ ആൻഡേഴ്സിന്റെ അവിടെ ഒരു പേജ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുറച്ചും കൂടി ഈ കീ സൈനിങ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാവും. ഞാൻ ആ പേജിലേക്ക് പോവാം. എനിക്ക് സ്വിച്ച് ചെയ്യണം. ഓക്കെ, ഇപ്പോ ആ വെബ് പേജ് കാണുന്നുണ്ടോ? പബ്ലിക് കീ പ്രൈവറ്റ് കീ പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു പ്രൈവറ്റ് കീ ആണ്. ഈ പ്രൈവറ്റ് കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പബ്ലിക് കീ ആണ് കാണുന്നത്. ഇത് കീ പെയർ ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണു, സെൻഡ് 10 BTC എന്നുള്ള ട്രാൻസാക്ഷൻ ചെയ്യണു. അപ്പോൾ ഈ ട്രാൻസാക്ഷനെ ഇതാണ് എന്റെ പ്രൈവറ്റ് കീ എന്ന് വിചാരിക്കുക. പ്രൈവറ്റ് കീ വെച്ചിട്ട് ഞാൻ സൈൻ ചെയ്യുകയാണ്. ഇവിടെ സൈൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടി. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്റെ ട്രാൻസാക്ഷനകത്തുണ്ടാവും. അപ്പൊ ഇത് ഈ മൈനേഴ്സിനൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് മൈനേഴ്സ് എങ്ങനെയാണ് എന്റെ ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്റെ പബ്ലിക് കീ ഉണ്ട്. പബ്ലിക് കീ ഈസ് ഓപ്പൺ ടു ഓൾ. അവരുടെ കയ്യിൽ എന്റെ പബ്ലിക് കീ ഉണ്ട്. അവരുടെ കയ്യിൽ എന്റെ കയ്യിൽ സിഗ്നേച്ചർ ഉണ്ട്. ഈ സിഗ്നേച്ചർ ഞാൻ ഉണ്ടാക്കിയത് എന്റെ ട്രാൻസാക്ഷനും എന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ്. ഞാൻ പ്രൈവറ്റ് കീ അവർക്ക് ഷെയർ ചെയ്യുന്നില്ല, ഞാൻ ഈ സിഗ്നേച്ചർ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ അവരിപ്പോ വെരിഫൈ എന്ന് ഈ അൽഗോരിതം ഫംഗ്ഷൻ വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ആണ്. ഗ്രീൻ കളറിൽ ഒരു അറ്റാക്കർ വന്നിട്ട് ഈ 10 പകരം 100 ഇട്ടു ആൻഡ് ക്ലിക്ക് വെരിഫൈ. അപ്പോ ഈ ഒറ്റക്കല്ലേ മോള് 3 പ്രശ്നം കൂടെ ഇതു. ഓക്കെ, അപ്പോ ഈ വെരിഫിക്കേഷൻ ഫെയിൽ ആവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് അല്ല. കാരണം ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഞാൻ ഉണ്ടാക്കിയത് 10 BTC എന്ന് പറയുന്ന ആ ട്രാൻസാക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഈ മെത്തേഡ് വെച്ചിട്ടാണ് ആക്ച്വലി ഈ സിഗ്നേച്ചേഴ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് വെച്ചിട്ടാണ് ആക്ച്വലി ട്രാൻസാക്ഷന്റെ വാലിഡിറ്റി നമ്മൾ നോക്കുന്നത്. ബിറ്റ് കോയിൻ. ഓക്കെ, ഇനി കുറച്ച് പോയിന്റ് കൂടി ട്രാൻസാക്ഷനെ സംബന്ധിച്ച് എങ്ങനെയാണ് ബിറ്റ് കോയിനിലെ ട്രാൻസാക്ഷൻ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അല്ല ആക്ച്വലി ഈ ട്രാൻസാക്ഷൻസ് ബിറ്റ് കോയിനിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ സ്വിച്ച് ചെയ്യണമെങ്കിൽ ഓക്കെ. ഇപ്പൊ നമ്മൾ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന് 4 ഏരിയാസ് ആണുള്ളത്. ഒന്ന് ഇൻപുട്സ്, അത് ഇൻപുട്ട് അല്ല മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ടാവും ആ ട്രാൻസാക്ഷന്. അതിൽ എമൗണ്ട് ഉണ്ടാവും, എത്ര എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഔട്ട്പുട്ട്സ് ഉണ്ടാവും, അത് ഒറ്റ ഒരാൾക്ക് നേരെ ട്രാൻസാക്ഷൻ ചെയ്യില്ല, പല ഔട്ട്പുട്ട്സുകൾ ഉണ്ടാവും. സിഗ്നേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നുണ്ടോ എന്റെ സ്ക്രീൻ? യെസ്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഈ പിക്ചർ കാണുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ എ എന്ന് പറയുന്നത് ബോബ് ആക്ച്വലി 0.5 ബിറ്റ് കോയിൻ ആലീസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ് ഈ കാണുന്നത്. പക്ഷെ ഇതിന്റെ ഇൻപുട്ട് നോക്കി കഴിഞ്ഞാൽ 50 ബിറ്റ് കോയിൻ ആണ്. ഔട്ട്പുട്ട് 0.5 ബിറ്റ് കോയിൻ ഗോസ് ടു ആലീസ് ആൻഡ് 2 ഔട്ട്പുട്ട് ഉണ്ട്. 5 ബിറ്റ് കോയിൻ ആലീസിന് പോകുന്നു. അതേസമയം വേറൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 49.5 ബിറ്റ് കോയിൻ ഗോസ് ബാക്ക് ടു ചേഞ്ച് ടു ബോബ്. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ഇൻപുട്ട് ട്രാൻസാക്ഷന്, അതായത് ഒരു ട്രാൻസാക്ഷന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ട്രാൻസാക്ഷന്റെ
പ്രീവിയസ് ആ അക്കൗണ്ടിലേക്ക് വന്ന പ്രീവിയസ് ട്രാൻസാക്ഷൻ ആയിരിക്കും ഒരു ട്രാൻസാക്ഷൻ ഇൻപുട്ട്. അതായത് ബോബിന് $50 ആരൊരാൾ അയച്ചു കൊടുത്തു. ഈ ബോബിന് 0.5 ബിറ്റ്കോയിൻ ആലിസിന് അയച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ബോബിന് ഒരിക്കലും ഈ 50 ആ ട്രാൻസാക്ഷനകത്ത് നിന്ന് 0.5 ബിറ്റ്കോയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പകരം ആ ഹോൾ ട്രാൻസാക്ഷൻ അതിൽ അടുത്ത ട്രാൻസാക്ഷനിൽ ഇൻപുട്ട് ആയി കൊടുക്കേണ്ടി വരും. അതായത് ബേസിക്കലി ട്രാൻസാക്ഷൻസിൽ ഇൻഡിവിസിബിൾ ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ നിന്ന് 50 ബിറ്റ്കോയിൻ്റെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ്റെ അകത്ത് എനിക്ക് 49 ബിറ്റ്കോയിൻ അല്ലെങ്കിൽ 1 ബിറ്റ്കോയിൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പകരം ആ ട്രാൻസാക്ഷൻ മൊത്തം മറ്റു ട്രാൻസാക്ഷൻ ഇൻപുട്ട് ആയി. ഓക്കെ, ഇവിടെ ഈ സിനാരിയോയിൽ ബോബിന് 50 ബിറ്റ്കോയിൻ പ്രീവിയസ് ആയി നടന്ന ട്രാൻസാക്ഷനിൽ നിന്ന് 50 ബിറ്റ്കോയിൻ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആക്ച്വലി ചെയ്യുന്നത് 0.5 ബിറ്റ്കോയിൻ ആലീസിന് അയച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസാക്ഷന് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് ഉണ്ടായി. 0.5 Bitcoin went to Alice and 49.5 Bitcoin is going back to Bob as a output. Okay. ഇനി ട്രാൻസാക്ഷൻ ബി നോക്കുക. ഇവിടെ ആലിസ് 0.8 ബിറ്റ്കോയിൻ സ്പെൻഡ് ചെയ്യാണ് ആലിസിന്റെ ഫ്രണ്ടിന്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്സ് കാണാൻ സാധിക്കും. 0.5 ബിറ്റ്കോയിൻ കെയിം ഫ്രം ബോബ്, 0.1 ബിറ്റ്കോയിൻ ഫ്രം സ്ട്രേഞ്ചർ, 0.2 ബിറ്റ്കോയിൻ ഫ്രം അതർ സ്ട്രേഞ്ചർ. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്പിൾ ഇൻപുട്സ് എടുത്തിട്ടാണ് ഈ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ബേസിക്കലി പറയാൻ ശ്രമിച്ച അത്രയേ ഉള്ളൂ, ബിറ്റ്കോയിൻ ട്രാൻസാക്ഷനിൽ മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഔട്ട്പുട്സ് ഉണ്ടാവും. ഒരിക്കലും നമുക്ക് ഈ ട്രാൻസാക്ഷനെ ഡിവൈസ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസാക്ഷൻ ആസ് എ ഹോൾ ആയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യണം. ഞാൻ പബ്ലിക് ബ്ലോക്ക് ചെയിൻ്റെ ഒരു പേജിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് റിയൽ ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇതിലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഒരു ഡൗട്ട്, ട്രാൻസാക്ഷൻസ് ബോബ് സ്പെൻസർ ട്രാൻസാക്ഷൻസ് സീക്വൻസ് ആയി നടക്കണോ, രണ്ടും ഒന്നിച്ച് നടക്കണോ? ഏത് ബോബ് സ്പെൻഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏത് സീക്വൻസ് നടക്കണമെന്നുണ്ടോ? അല്ല, ഇതൊരു ബേസിക്കലി ഇതൊറ്റ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. ബോബ് 0.5 ബിറ്റ്കോയിൻ ആലിസിലേക്ക് സെൻഡ് ചെയ്യാണ്. അപ്പൊ അതിന് ബേസിക്കലി ആ ട്രാൻസാക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവുന്ന ഞാൻ പറയുന്നത്. അതായത് നമുക്കൊരിക്കലും പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബിന് 0.5 ബിറ്റ്കോയിൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബോബിന്റെ കയ്യിൽ 0.5 ബിറ്റ്കോയിൻ ആയിട്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ട്രാൻസാക്ഷൻ റിസീവ് ചെയ്തിട്ടില്ല മുന്നേ. പകരം അദ്ദേഹം ഈ മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇതിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ഇതേപോലെ ആയിരിക്കും. അല്ല, ഇത് ഒറ്റ ട്രാൻസാക്ഷൻ തന്നെയാണ്. ആ ട്രാൻസാക്ഷന്റെ ഞാൻ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോൾ കാണാം, കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും ആക്ച്വലി ഇത്. അപ്പൊ അത് ഒരു ബ്ലോക്ക് ആണ്. അപ്പൊ TX എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബ്ലോക്ക് ആണ്, ഒരു ട്രാൻസാക്ഷൻ ആണ്. TX എന്നൊരു ട്രാൻസാക്ഷൻ ആണ്. ഒരു ബ്ലോക്കിനകത്ത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഒരു ട്രാൻസാക്ഷന്റെ അകത്തെ കാര്യം നോക്കണം. കുറച്ചുകൂടി ലോ ലെവലായിട്ട് ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ബ്ലോക്ക് ചെയിനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത്, ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇതിന്റെ ഒരു കുറച്ചും കൂടി താഴത്തേക്ക് പോയിട്ടുള്ള ഒരു വിഷനാണ്. എങ്ങനെയായിരിക്കും ഒരു ട്രാൻസാക്ഷൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു JSON ഫോമാറ്റാണ് ആക്ച്വലി. ഈ ഹാഷ് എന്ന് പറയുന്നതാണ് ഈ ട്രാൻസാക്ഷന്റെ ഹാഷ്. അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഹാഷ്. അതായത് ഈ ട്രാൻസാക്ഷനിൽ വന്നുള്ള മുഴുവൻ ഡാറ്റയും കൊടുത്തൊരു ഹാഷ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഈ ട്രാൻസാക്ഷന്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വന്ന് ഹാഷ് ചേഞ്ച് ചെയ്യും. ആ രീതിയിൽ ഒരു വാലിഡേഷൻ സാധ്യതയാണ്. അതുപോലെ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ആയി വന്നിട്ടുള്ള ഒരു ട്രാൻസാക്ഷന്റെ ഔട്ട്പുട്ട് ആണ്. ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ ഹാഷിന്റെ അകത്ത് നമ്മുടെ പബ്ലിക് ആയിരിക്കും. അപ്പൊ നമുക്കിത് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ ഡിജിറ്റലി സൈൻ ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് കീ വെച്ച് സൈൻ ചെയ്താൽ മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ വാലിഡ് ആവുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് രണ്ട് പ്രീവിയസ് ട്രാൻസാക്ഷന്റെ ഔട്ട്പുട്ട് ആണ് ഇവിടെ ഇൻപുട്ട് ആയി വന്നിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ട് എണ്ണം കാണാൻ പറ്റില്ല. ഇവിടെ ഒരു എണ്ണം, ഇവിടെ ഒരെണ്ണം. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ അയക്കുന്ന ആർക്കാണ് പോകുന്നത്, അയാളുടെ പബ്ലിക് കീ ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡിജിറ്റലി സൈൻ ചെയ്താൽ മാത്രമാണ് ഈ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ എമൗണ്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡിജിറ്റലി സൈൻ ചെയ്താൽ മാത്രമേ സാധ്യമുള്ളൂ. ഇപ്പൊ നമ്മളിനി പോകുന്ന ലൈവായിട്ട് കുറച്ച് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ കാണാൻ സാധിക്കും. ബിറ്റ്കോയിൻസ് പബ്ലിക് നെറ്റ്വർക്ക്, എനിബഡി ക്യാൻ ആക്സസ്, എനിബഡി ക്യാൻ സി. നമുക്ക് ലൈവായിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ കാണാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി സ്വിച്ച് ചെയ്യണം, സോറി. ഓക്കെ, ഇത്
കാണുന്നില്ലേ സ്ക്രീൻ? കാണുന്നു. ഈ blockexplorer.com എന്നുള്ള സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നത് പറഞ്ഞാൽ ലൈവായി നടക്കുന്ന ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് $1 million ട്രാൻസാക്ഷൻ സിമ്പിൾ ആയിട്ട് കാണാം. ഇപ്പൊ ഇന്ന് കറണ്ട് ബിറ്റ്കോയിന്റെ പ്രൈസ് $11,000 ആണ്. അപ്പോൾ ഒരു 100 ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് $1 million ട്രാൻസാക്ഷൻ. 14 ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആലോചിക്കല്ലോ. ഒരു ട്രാൻസാക്ഷൻ ഒക്കെ അനോണിമസ് അല്ലേ? അല്ല, അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. ആക്ച്വലി സ്യൂഡോണോമസ് എന്ന് പറയും. നമുക്ക് ആരാണ് ഏത് അഡ്രസ്സിനാണ് വന്നത്, ഏത് അഡ്രസ്സിലേക്ക് പോയതെന്നും കാണാൻ പറ്റും. പക്ഷെ ആരുടെയാണ് ഇത് അഡ്രസ് നമുക്ക് കാണാൻ പറ്റില്ല. എത്ര ഉള്ളൂ? അത് എക്സ്ചേഞ്ചിന്റെ അടുത്താണ് എക്സ്ചേഞ്ചിന്റെ അടുത്തുണ്ടാവും. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് USDT കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുണ്ടാവും. അപ്പൊ ഇതാണ് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ആണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതാണ് ഈ ബ്ലോക്കുകൾ. ഇപ്പൊ സാത്തോഷി നക്കമോട്ടോ ഉണ്ടാക്കിയ 0 ബ്ലോക്ക് അവിടെ തൊട്ടുള്ള എല്ലാ ബ്ലോക്കുകളാണ്. ലേറ്റസ്റ്റ് ടൈപ്പ് ആഡ് ചെയ്ത ബ്ലോക്കുകളാണ് ഇത് കാണുന്നത്. ഇപ്പൊ ഞാൻ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പേജ് തുറന്ന് ചോദിച്ചാൽ 3 minutes ago ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എവറി 10 minutes ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുക. അപ്പൊ ഡിഫിക്കൽട്ടി ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ 2 weeksലും ഈ ഹാഷിംഗ് പവർ അനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലോക്കിന്റെ അകത്ത് പോയി നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ കാണാം. അപ്പൊ ഈ ബ്ലോക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. ബ്ലോക്കിന്റെ ഹാഷ് ആണ്. പിന്നെ ഇതിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇപ്പോൾ 595 ട്രാൻസാക്ഷൻസ് ഈ ബ്ലോക്കിനകത്തുണ്ട്. നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ കാണാം. ഈ ബ്ലോക്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എപ്പോഴും കോയിൻ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്നാണ് പറയാ. ആ ട്രാൻസാക്ഷനാണ് മൈനർക്ക് റിവാർഡായി കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആ ട്രാൻസാക്ഷൻ ഇൻപുട്ട് ഒന്നുമില്ല. ഇങ്ങനെയാണല്ലോ പുതിയ കോയിൻസ് ഉണ്ടാവുന്നത്, ന്യൂലി ജനറേറ്റഡ് കോയിൻസ്. ഇപ്പോ ബേസിക്കലി 12.5 ബിറ്റ് കോയിൻ ആണല്ലോ അദ്ദേഹം കിട്ടുക. അതോടെ ഉണ്ട്. പിന്നെ ഇത് ഓരോ ട്രാൻസാക്ഷനും ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഇൻപുട്സും ഇത് ഒറ്റ ട്രാൻസാക്ഷൻ ആക്ച്വലി. ഈ ട്രാൻസാക്ഷന് മൾട്ടിപ്പിൾ ഇൻപുട്സും മൾട്ടിപ്പിൾ ഔട്ട്പുട്സും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫണ്ട് അദ്ദേഹത്തിന് ഇത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ട്രാൻസാക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ എമൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ പല ട്രാൻസാക്ഷനും കൂട്ടി യോജിപ്പിച്ചിട്ടായിരിക്കും ആ ഫണ്ട് ഉണ്ടാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഞാൻ വേറൊരു സൈറ്റിൽ പോയി കാണിച്ചത്, ട്രാൻസാക്ഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ക് ചെയ്ത് നമ്മൾ ഈ ഫണ്ട് എവിടെ നിന്നേ വന്നെന്നുള്ളത് തിരിച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കോയിൻ ബേസ്ഡ് ട്രാൻസാക്ഷനിൽ എത്തും. കാരണം കോയിൻ ബേസ്ഡ് ട്രാൻസാക്ഷനിലാണ് ആക്ച്വലി ഈ കറൻസി ഉണ്ടാവുന്നത്. അവിടെയാണ് അതിന് ഇൻപുട്ട് ഇല്ല, അതിന് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ട്രാൻസാക്ഷൻ വേറൊരു ട്രാൻസാക്ഷൻ ഇൻപുട്ട് ആയിരിക്കും. അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്ത് ഓരോ ബിറ്റ് കോയിന്റെയും ഒറിജിൻ വരെ ആക്ച്വലി എത്താൻ പറ്റും. എന്താ പറയാ, ആ കോയിൻ ബേസ്ഡ് ട്രാൻസാക്ഷൻ നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ആക്ച്വലി അതിനാണ് ഈ ടെക്നോളജിയോട് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ട്രാൻസാക്ഷൻ ബ്രേക്ക് ചെയ്യാതെ ആ ട്രാൻസാക്ഷൻ എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടായിട്ട് ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ആഡ് ചെയ്യുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ blockchain.explorer.com പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. ബ്ലോക്ക് കാണാൻ പറ്റും, ബ്ലോക്ക് റിവാർഡ് 12.5 ബിറ്റ് കോയിൻ കിട്ടുന്നു, കാര്യങ്ങൾ. ഇനി വേറെയും 2-3 സൈറ്റുകളുണ്ട്, അവിടെ നമുക്ക് പോയി നോക്കാം. ഇവിടെ blockchain.info എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ചാർട്ട്സ് ഉണ്ട്. അത് നോക്കാം നമുക്ക്. ചാർട്ട്സില് കറണ്ട് ബിറ്റ് കോയിന്റെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ബിറ്റ് കോയിൻ സർക്കുലേഷൻ ഞാൻ പറഞ്ഞില്ല 21 മില്യൺ ആണ് ബിറ്റ് കോയിന്റെ ടോട്ടൽ ആയിട്ടുള്ള സർക്കുലേഷൻ ഉണ്ടാവുക. ഓൾറെഡി 16.9 അത്ര എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ എന്ന് പറയാം ഒരു ഹാർഡ് ടു ഫൈൻഡ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ സപ്ലൈ ലിമിറ്റഡ് ആണ്. ഓൾറെഡി 16 മില്യൺ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഒരു കാര്യം അവിടെ ഞാൻ ഇതിന്റെ ഡിഫിക്കൽറ്റി ലെവലാണ് നോക്കുന്നത്. ഇവിടെ ഓക്കെ, ഹാഷ് റേറ്റ് ആൻഡ് ഡിഫിക്കൽറ്റി ലെവൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടല്ലേ, ഹാഷ് റേറ്റ് ആൻഡ് ഡിഫിക്കൽറ്റി ലെവൽ. ഈ ഗ്രാഫ് നോക്കി കാണാം. ഈ ഹാഷ് റേറ്റ് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഈ ഹാഷ് ഡിഫിക്കൽറ്റി ലെവലും അതിന് ആ ഗ്രാഫിന് ഇത് ഫോളോ ചെയ്യുന്ന കാണാം. അതായത് എപ്പോഴൊക്കെയാണോ ഹാഷ് റേറ്റ് കൂടുന്നതനുസരിച്ച് ഡിഫിക്കൽറ്റി ലെവൽ അൽഗോരിതം കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതില് ഈ ഹാഷ് ഡിസ്ട്രിബ്യൂഷൻ ഇതാണ്. അപ്പൊ ആരൊക്കെയാണ് മേജർ പ്ലേയേഴ്സ് ഇൻ ദ മൈനിങ്. ഇപ്പൊ BTC.com അവര് 23.3% ഓഫ് ടോട്ടൽ ഹാഷ് കപ്പാസിറ്റി, കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയുടെ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിന്റെ 23.3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് BTC.com ആണ്. ആൻഡ് പൂൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഒരുപാട് ഇങ്ങനത്തെ ഡാറ്റ ഇൻഫർമേഷൻ ഒരുപാടുള്ള സ്ഥലമാണ് ഈ blockchain.info എന്ന സൈറ്റ്. ഇനി
ബ്ലോക്ക് ട്രെയിൻ ഞാൻ ഇന്നലെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ കണ്ടോ 73 ബിറ്റ്കോയിൻ. ഇത് എത്ര ഒരു ഓൾമോസ്റ്റ് എന്താ പറയാ ഓൾമോസ്റ്റ് മില്യന്റെ അടുത്ത് വരുന്ന ട്രാൻസാക്ഷനാണ്. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഇതാണ് ഇൻപുട്ട്. ഇത് പ്രീവിയസ് ആയിട്ട് ഈ അഡ്രസ്സിലേക്ക് വന്ന ട്രാൻസാക്ഷൻ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഇത് അതെടുത്തിട്ട് അദ്ദേഹം 37 ആളുകൾക്ക് അയച്ചു കൊടുക്കും. മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് ആണ് ഈ സിനാരിയോയില്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ട്രാൻസാക്ഷൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് ഈ സൈറ്റിൽ blocktrail.com പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ട്രാക്ക് ചെയ്ത് പുറകോട്ട് പോകാം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ അഡ്രസ്സിൽ നിന്ന് ഈ പ്രീവിയസ് ട്രാൻസാക്ഷൻ ഔട്ട്പുട്ട് ആണ് ആക്ച്വലി ഇവിടേക്ക് വന്നത്. നമുക്ക് ഇങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഏത് കോയിൻ ബേസ് ട്രാൻസാക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്, അത് എങ്ങനെ ഏതൊക്കെ അക്കൗണ്ടിൽ കൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി. അതാണ് ആക്ച്വലി ആ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജ് ആക്ച്വലി. ഇപ്പൊ ഇവിടെ റൈറ്റ് ബേസിക്കലി അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇപ്പൊ ഈ ബിറ്റ്കോയിന്റെ ട്രാൻസാക്ഷൻ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഡിവിസിബിൾ ആയിട്ട് ഛേദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇപ്പോൾ സമീർ എനിക്ക് കറണ്ട് സിസ്റ്റത്തിൽ 500 രൂപ അയച്ചു, ആ 500 രൂപ ഞാൻ 500 രൂപ 400 രൂപ പ്രദീപിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ വേ ഐ ക്യാൻ പ്രൂവ് ദാറ്റ് ദിസ് 500 കെയിം ഫ്രം സമീർ. പക്ഷേ ഈ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ 500 രൂപ വന്ന ട്രാൻസാക്ഷനെയാണ് ആക്ച്വലി ഇൻപുട്ട് ആയിട്ട് ഞാൻ പ്രദീപിന് അയക്കുന്ന ട്രാൻസാക്ഷൻ വെക്കുന്നത്. അപ്പൊ ആ വേ വി ക്യാൻ ലിങ്ക് ഇറ്റ് ബാക്ക് ടു ദ ഒറിജിനൽ ട്രാൻസാക്ഷൻ ഫ്രം വേർ ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ നമ്മുടെ കറണ്ട് ബാങ്കിങ് സിസ്റ്റത്തിൽ ഇങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എന്നാണ് ഏത് ട്രാൻസാക്ഷൻ ആണ് ഈ റിസർവ് ബാങ്ക് ഇത് ഉണ്ടാക്കിയത് തൊട്ടുള്ള ട്രാൻസാക്ഷൻ അത് ലിങ്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ബിറ്റ്കോയിൻ നമുക്ക് അത് ലിങ്ക് ചെയ്യാൻ പറ്റും. മോർ സെക്യൂർ എന്നുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറയാൻ നോക്കുന്നത്. ഓക്കെ, ഞാൻ സ്വിച്ച് ചെയ്യാം ബാക്കിലേക്ക്. സം ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഇൻ ബിറ്റ്കോയിൻ ഹിസ്റ്ററി. ഇതൊരു ചുമ്മാ സ്ലൈഡാണ്, ജസ്റ്റ് ഫോർ ഹൊറർ. രവി സാറിന്റെ വാചകം കിടന്നു. അപ്പോ October 31st 2008 സാത്തോഷി നക്കമോട്ടോ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തു. Jan 9 2009 ഫസ്റ്റ് ജെനസിസ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു റീറ്റെയിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് May 17, 2010 ലാസ്ലോ ഹെയ്ൻസ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഒരു പിസ്സ വാങ്ങിച്ചു. അദ്ദേഹം $25 വർത്തുള്ള പിസ്സ വാങ്ങിച്ചത് 10,000 ബിറ്റ്കോയിൻ ആണ്. അപ്പൊ ഇന്ന് ആ പിസ്സ അപ്രോക്സിമേറ്റ്ലി $100 million ആണ്. ഓക്കെ, ടുഡേ ലൈക്ക് 11,000. അപ്പൊ അതിന്റെ പോലത്തെ November 28 1 ബിറ്റ്കോയിൻ $1,000. March 2, 2017 ബിറ്റ്കോയിൻ കോസ്റ്റ് is worth more than 1 ounce of gold. ഇപ്പോ ബിറ്റ്കോയിൻ ഇസ് ന്യൂ ഗോൾഡ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാര്യമില്ല. ബിറ്റ്കോയിനിൽ ഡിഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതെ, കാരണം there is no way you can. പിന്നെ ഇതില് ചുമ്മാ ഒരു സ്ലൈഡാണ്. ഏതൊക്കെയാണ് മേജർ ബിറ്റ്കോയിൻ ആക്സെപ്റ്റിംഗ് മെർച്ചന്റ്സ്? മൈക്രോസോഫ്റ്റ്, ഓവർസ്റ്റോക്ക്, സബ്വേ, ചീപ്പെയർ, എക്സ്പീഡിയ, ന്യൂവേഗ്, വിക്കിപീഡിയ. ഓക്കെ, ഇനി നമ്മള് കുറച്ച് കീ ഫീച്ചേഴ്സ് ബ്ലോക്ക് ചെയിന്റെ എന്താണ്. നമ്മളിപ്പോ ഓൾറെഡി ബിറ്റ്കോയിന്റെ പെർസ്പെക്റ്റീവില്, ക്രിപ്റ്റോ കറൻസിയുടെ പെർസ്പെക്റ്റീവില് ഇത് ഒരു ബാങ്കിങ് സൈഡിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്തത്. ഇപ്പൊ ബിറ്റ്കോയിനിലൂടെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടായത്. ഇനി നമ്മൾ ഈ കോൺസെപ്റ്റിനെ നമ്മൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ശരിക്കും മോർ ഇൻട്രസ്റ്റിംഗ്, മോർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ കൊണ്ടുവന്ന കീ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡിസ്ഇന്റർമീഡിയേറ്റഡ്, അതായത് റിമൂവ് ദ നീഡ് ഓഫ് എ മീഡിയേറ്റർ. നമ്മൾ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മീഡിയേറ്റേഴ്സ് ഉണ്ട്. അതായത് ട്രസ്റ്റഡ് തേർഡ് പാർട്ടീസ്, ബാങ്കുകൾ, ഗവൺമെന്റുകൾ, ഇവരൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് പിയർ ടു പിയർ ആയിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിന്റെ ആവശ്യമില്ല. നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ, ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യത്തിലും ഗവൺമെന്റ് ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ വീട് രജിസ്ട്രേഷൻ അത് ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ നമുക്ക് അത് ഒരാൾക്ക് സെല്ലാണെങ്കിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രേഷൻ അതോറിറ്റിയൊന്നും ആവശ്യമില്ല. നമുക്ക് വി ക്യാൻ ട്രസ്റ്റ് ദ ബ്ലോക്ക് ചെയിൻ, വി ക്യാൻ ജസ്റ്റ് യൂസ് ബ്ലോക്ക് ചെയിൻ ടു ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ്. അപ്പൊ ആ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള മീഡിയേറ്റേഴ്സിനെയും
നമ്മൾ റിമൂവ് ചെയ്യണം. ഡിസെൻട്രമീഡിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൊണ്ടുവരുന്നത്. 2 ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് ഇതുവരെയുള്ള സിസ്റ്റംസ് എല്ലാം സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലാണ് ഉണ്ടായത്. അതായത് ഈ ബാങ്ക്, ഗവൺമെന്റ് ഇതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിലാണ്. അവിടെയാണ് ഈ ട്രാൻസാക്ഷൻ മൊത്തം നടക്കുന്നത്. പകരം ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് നോഡ്സ് ഓൺ ദ നെറ്റ്വർക്ക്. അപ്പൊ അതിനൊരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഇല്ല. ബാങ്കിങ് സിസ്റ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ആവുന്ന പോലെ അങ്ങനെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഇല്ല. രണ്ടാമത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ഒരു RBI പോലെ ഒരു ഏജൻസിയോ അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇത് പ്യൂർലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. 4ാമതൊരു പോയിന്റ് ട്രസ്റ്റ്ലെസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്കൊരു ബേസിൽ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നമുക്കൊരു സിസ്റ്റത്തിലൊരു ട്രസ്റ്റ് കൊണ്ടുവരാൻ ഒരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല. സിസ്റ്റം ഇറ്റ് സെൽഫ് പ്രൊവൈഡ് ദ ട്രസ്റ്റ്. ഒരു ട്രസ്റ്റ് ഇസ് ബിൽഡ് ഇൻ ടു ദ സിസ്റ്റം അല്ലെ. അപ്പോ ലോകത്തിന്റെ 2 ഭാഗത്തിരിക്കുന്ന ആളുകള് പരസ്പരം ആളുകള് അവർക്കൊരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടി ഇല്ലാതെ ഈ ബിറ്റ് കോയിൻ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. So that is the beauty of this technology that is going to change the world. എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ട്രസ്റ്റ്ലെസ് കൺസെൻസസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ട്രസ്റ്റ് ഈസ് ബിൽഡ് ഇൻ ടു ദറ്റ് സിസ്റ്റം ഇറ്റ് സെൽഫ്. ദർ ഇസ് നോ നീഡ് ഓഫ് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോയിന്റ്സ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഈ കറൻസി ഫീൽഡിനെ ബാങ്കിങ് സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാമെങ്കിൽ എങ്ങനെ ഇതിനെ എടുത്തിട്ട് ബാക്കിയുള്ള ഫീൽഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ ഡിജിറ്റൽ ടോക്കൺസ് അല്ലെങ്കിൽ കളേർഡ് ടോക്കൺസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതില് ഉദാഹരണത്തിന് നമ്മൾ ഓരോ ഫിസിക്കൽ അസറ്റ്, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ്, കാറ്, ഇതിനൊക്കെ നമ്മളൊരു ടോക്കൺ അസൈൻ ചെയ്ത്, കളേർഡ് ടോക്കൺ ഒരു പ്രത്യേക ടോക്കൺ അസൈൻ ചെയ്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഈ ടോക്കൺ വെച്ചിട്ട് ഇതിന്റെ ഓണർഷിപ്പും കാര്യങ്ങളും ട്രാക്ക് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ വീട് ഉണ്ടാക്കുമ്പോൾ ഒരു ടോക്കൺ അസൈൻ ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിന്റെ ഓണർഷിപ്പ്, വീടുണ്ടാക്കുന്ന ആരാണ് ഇതിന്റെ ഓണർ, അദ്ദേഹത്തിന് മാത്രം ആ ടോക്കൺ കിട്ടുന്നുള്ളൂ. അതിന്റെ പ്രൈവറ്റ് കീ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരാൾക്ക് ഒരു സെല് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഓണർഷിപ്പ് മാറും. അങ്ങനെ നമുക്ക് ഫിസിക്കൽ വേൾഡിനെ നമുക്ക് ഈ ടോക്കൺസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ ഫിസിക്കൽ വേൾഡിന്റെ സ്റ്റേറ്റിൽ നമുക്ക് ടോക്കൺസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ടോക്കൺസ് അല്ലെങ്കിൽ കളേർഡ് ടോക്കൺസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലാണ് ആക്ച്വലി സ്മാർട്ട് കോൺട്രാക്ട്സ് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ബിറ്റ് കോയിന്റെ ഏരിയയിൽ നിന്ന് മാറി ഇപ്പൊ എത്തീറിയത്തിന്റെ ഒരു സ്പേസിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിറ്റ് കോയിനില് നമ്മൾ കോയിൻ ഡിജിറ്റൽ കറൻസി എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എത്തീറിയത്തിന്റെ സ്പേസിൽ എത്തുമ്പോൾ നമുക്ക് കോഡ് ഈ ബ്ലോക്ക് ചെയിനിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. അതായത് സ്മാർട്ട് കോൺട്രാക്ട്സ് ആർ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഇംപ്ലിമെന്റ് എ കോൺട്രാക്ട് ദാറ്റ് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ഓൺ എ ബ്ലോക്ക് ചെയിൻ. അതായത് നമുക്കൊരു കോഡ്, ഒരു അപ്ലിക്കേഷൻ കൊണ്ട് നമ്മുടെ ബ്ലോക്ക് ചെയിനിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ബ്ലോക്ക് ചെയിന്റെ എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ടാവും. ഡിസെൻട്രമീഡിയേഷൻ, ഓട്ടോമേഷൻ, ഇമ്മ്യൂട്ടബിലിറ്റി ഒക്കെ ഉണ്ടാവുന്ന ആ കോഡ് നമ്മൾ ആ ബ്ലോക്ക് ചെയിനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അപ്ലിക്കേഷൻസ്, അതായത് എനിക്കൊരു വീട് വാങ്ങണം, അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ഞാൻ സെൻഡ് എന്താണ് ആ വീടിന്റെ പ്രൈസ് അയച്ചു കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ട്, ഓണർഷിപ്പ് വിൽ ബി ചേഞ്ച് ടു മൈ നെയിം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആളുകള് ഇപ്പൊ റെന്റൽ തന്നെ, എനിക്ക് വീട് റെന്റ് ചെയ്യണം, അതിനുള്ള കോൺട്രാക്ട് എഗ്രിമെന്റ്സ് നമ്മൾ ബ്ലോക്ക് ചെയിനിൽ വെക്കുന്നു. ഒരാൾ റെഗുലേറ്ററി ആവുന്നു, അദ്ദേഹം ആ സ്മാർട്ട് കോൺട്രാക്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി ഹിൽ ഗെറ്റ് ദ ഓണർഷിപ്പ് അസൈൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പൊ അത് ഇസ് ഗോയിങ് ടു റെവല്യൂഷണൈസ് ദ എൻറ്റയർ ഇൻഫ്രാസ്ട്രക്ചർ. ഇതെന്ന് പറയാ ടോട്ടലി ഡിസ്റപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആക്ച്വലി ഇത്. അപ്പൊ ഇതായത് നമ്മളിപ്പോ Airbnb ഡിസ്റപ്റ്റർ ആണെന്ന് പറയും, പക്ഷെ Airbnb ആക്ച്വലി മീഡിയേറ്റർ ആണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ അതായത് നമ്മുടെ വീട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ Airbnb പോകണം, അവരുടെ ട്രാൻസാക്ഷൻ ഫീ, അവരുടെ ഒരു കമ്മീഷൻ ഉണ്ടാവുമല്ലോ. ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു ഡിസ്ട്രപ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. നമുക്ക് ഒരാളുടെ ആവശ്യമില്ല. നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ we just put that contract, we are able to put that smart contract onto the platform to automatically execute that contract and we get paid for that. ഇതില് കുറച്ചുകൂടി എന്താ പറയാ, നമുക്ക് എന്താ പറയാ, സ്കൈസ് ലിമിറ്റ്. നമ്മുടെ ഇമാജിനേഷൻസ് അനുസരിച്ച് ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പറയുന്നത് വെച്ചാൽ നമ്മള് ഓൾറെഡി എന്താ പറയാ, ഒരു സാധനം ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ഓൺലൈൻ വാങ്ങുന്ന ഓൾറെഡി നമ്മൾ പേ ചെയ്യും. ആക്ച്വലി നമ്മൾ ഓൾറെഡി മെർച്ചന്റിനെ ട്രസ്റ്റ് ചെയ്യും. പകരം ഓൺ ഡെലിവറി, അതായത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മുടെ മണി ഗെറ്റ് ലോക്ക്ഡ്, ബട്ട് ദ സ്മാർട്ട് കോൺട്രാക്ട് വിൽ ബി സ്മാർട്ട് എനഫ് വെൻ ആക്ച്വലി ഗെറ്റ് ഡെലിവേർഡ് ദ മെഷീൻ വിൽ സെൻഡ് എ റിക്വസ്റ്റ് ബാക്ക് ടു സിസ്റ്റം. അപ്പോഴായിരിക്കും ആക്ച്വലി ദ പേയ്മെന്റ് വിൽ ബി പ്രോസസ്ഡ്.
അങ്ങനെയുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് ആണ് സ്മാർട്ട് കോൺട്രാക്ട്സ്. സ്മാർട്ട് കോൺട്രാക്ട് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ ബ്ലോക്ക് ചെയിനിന്റെ മുകളിൽ നമ്മൾ കോഡ് കൊണ്ടുവയ്ക്കുക, ആ കോഡ് ഉപയോഗിച്ചിട്ട് ഈ അസറ്റ്സിനെ ട്രാക്ക് ചെയ്യുക, ആ രീതിയിലുള്ള. അപ്പൊ അതില് എത്തീറിയമാണ് ഇത് ഈ കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഇപ്പൊ എത്തീറിയത്തിന് നേരത്തെ പറഞ്ഞ പോലെ സ്കേലബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാനാണ് ഇയോസ്, കാർഡാനോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഓൾറെഡി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രൈവറ്റ് കീ ലൂസ് ചെയ്ത എല്ലാം ലൂസ് ചെയ്യൂലേ? പ്രൈവറ്റ് കീ ലൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മള് പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അത് ക്രിപ്റ്റോഗ്രഫിയിലെ ഒരു ഇതാണല്ലോ. നമ്മുടെ ഒരു ഓണർഷിപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആ ആക്സസ് ആണല്ലോ. അതൊരു കീ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ ആണ്. അത് ചിലപ്പോൾ ഇനി വല്ല ഇംപ്രൂവ്മെന്റ്സ് വന്നേക്കാം. പക്ഷെ ആസ് ഓഫ് നൗ പ്രൈവറ്റ് കീസ് ദ കീ. ഇതിന്റെ മുകളിൽ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞതിന്റെ മുകളിൽ വന്നിട്ടുള്ള ഒരു അടുത്ത കൺസെപ്റ്റ് ആണ് ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ഓട്ടോണമസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി പറയുന്ന ഒരു ഓർഗനൈസേഷനെ മൊത്തം കോഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു ഓർഗനൈസേഷനെ നമ്മൾ കോൺട്രാക്ട്സുകളുടെ ഒരു ഗ്രൂപ്പായി കണക്കാക്കി ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ബൈ എ സ്മാർട്ട് കോൺട്രാക്ട് ഓൺ എ ബ്ലോക്ക് ചെയിൻ എന്നുള്ളതാണ് ഈ നമ്മൾ ഓട്ടോണമസ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ എസെൻസിന് തന്നെ ഒരു ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആക്കി മാറ്റി വയ്ക്കുക. അപ്പൊ നമുക്ക് ഇപ്പോ ഓരോരുത്തർക്കും ഒരു റോൾ ഉണ്ട്. ഇപ്പോ പ്രസിഡന്റ് പാർട്ടിയാണ്, സെക്രട്ടറി പ്രദീപനാണ്, അങ്ങനെ റോളുകളുണ്ട്. പകരം ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷന് ആർക്കും റോളുകളൊന്നുമില്ല. പകരം അവര് സിസ്റ്റം സ്മാർട്ട് കോൺട്രാക്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവർ ചെയ്യുന്ന വർക്കിന് വി ഗെറ്റ് പെയ്ഡ്, അല്ലെങ്കിൽ വി ഗെറ്റ് ക്രെഡിറ്റ്സ് ഇൻ സം കൈൻഡ് ഓഫ് ടോക്കൺ. ഉദാഹരണത്തിന് ഞാൻ ഒരാള് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 1 ടോക്കൺ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 ടോക്കൺ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ഓർഗനൈസേഷൻ ഞാൻ 1 ടോക്കൺ കിട്ടുന്നു. അങ്ങനെ ഈ ടോക്കൺ ബേസ് ചെയ്തിട്ട് ആരുടെയാണ് കൂടുതൽ ടോക്കൺ കിട്ടുന്നത് അവർക്കായിരിക്കും കൂടുതൽ പവർ ഇൻ ദ സിസ്റ്റം. അപ്പോ അതായത് ഈ ഹോൾ തിങ് റൺസ് ഓൺ സോഫ്റ്റ്വെയർ. അതായത് വേറെ അതിൻ്റെ അകത്ത് എന്താ പറയാ പീപ്പിൾസിന്റെ ഡിസിഷന് വലിയ പവർ ഉണ്ടാവില്ല. കാരണം ഈ സിസ്റ്റം റൂൾസ് ഓൾ ബീൻ ഓൾറെഡി ഡിഫൈൻഡ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഞാൻ കോഡ് എഴുതുമ്പോൾ എനിക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടുന്നത്. അതേസമയം ഞാൻ നാളെ പോയിട്ട് ഒരു പുതിയ കസ്റ്റമറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു കോഡ് എഴുതുമ്പോൾ ഒരു ബഗ് ഫിക്സ് ചെയ്ത് എനിക്ക് 10 പോയിന്റ് ആണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ കസ്റ്റമർ കൊണ്ടുവന്നാൽ എനിക്ക് 1000 പോയിന്റ് ആണ് കിട്ടുക. അപ്പോ എനിക്ക് കറണ്ട് സിസ്റ്റത്തില് എനിക്ക് ഞാൻ ഏൺ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എന്റെ എഫേർട്ടിലുള്ള റിവാർഡ് കിട്ടണമെങ്കിൽ ഞാൻ പോയിട്ട് മാനേജറുടെ അടുത്ത് കാലുപിടിക്കേണ്ടി വരും. പക്ഷെ ഈ സിസ്റ്റത്തില് ഓട്ടോമാറ്റിക്കലി the contracts will execute and the reward will be given. അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് നേരത്തെ പറയുന്ന ഈ ടോക്കൺസിന്റെ ബേസിലായിരിക്കും നമ്മുടെ വോട്ടിംഗ് വെയിറ്റേജ്. ഉദാഹരണത്തിന് നമ്മുടെ സിസ്റ്റത്തില് ഇപ്പൊ എസെൻസില് പാർത്തലയിൽ 10 പോയിന്റ് ഉണ്ട്, പ്രദീപിന്റെ 8 പോയിന്റ് ഉണ്ട്, എന്റെ 4 പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ 10 പോയിന്റിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് കിട്ടുക എന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതൊരു കൺസെപ്റ്റ് ആണ്. ഇതില് ഇത് വെച്ചിട്ട് ആദ്യത്തെ ഒരു കമ്പനി ഡൗ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി. ഇതേപോലെ തന്നെ അവര് ഇതേപോലെ തന്നെ ഫുൾ ഓട്ടോണമസ് ആണെന്ന് പറഞ്ഞുണ്ടാക്കി. അവർ $150 million റൈസ് ചെയ്തു ഈ ക്രൗഡ് ഫണ്ടിങ് ICO വെച്ചിട്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവര് ഈ ഓർഗനൈസേഷന്റെ കോഡിന്റെ അകത്ത് ഒരു ബഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ആള് ആ ബഗ് കണ്ടുപിടിച്ചിട്ട് ആ കോഡിനെ ട്വീക്ക് ചെയ്തിട്ട് അദ്ദേഹം ആ ഫണ്ട് മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആക്കി. ആക്ച്വലി ആ കോഡിൽ അലോ ചെയ്തിരുന്നു അങ്ങനെ ഒരു പ്രൊവിഷൻ. അപ്പൊ അങ്ങനെ ആ ജനറേറ്റ് ചെയ്ത ആ $150 million അദ്ദേഹം കൈക്കലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ ഇതിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇത് റൺസ് ഓൺ സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് AI, IoT എല്ലാ ടെക്നോളജി ആയിട്ട് ഒരു നാച്ചുറൽ ആയിട്ട് ഫിറ്റ് ആവും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഈ മീറ്റിംഗ്സിന്റെ മിനിറ്റ്സ് വേണമെന്ന് വിചാരിക്കാം. മിനിറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പ്രദീപനാണെന്ന് വിചാരിക്കാം. പ്രദീപൻ വെക്കേഷൻ ആണ്, പകരം നമുക്ക് പ്രദീപൻ ഒരു ബോട്ടിനെ കൊണ്ടുവന്നിട്ട് അത് റീപ്ലേസ് ചെയ്യാം. ഇപ്പോ സ്മാർട്ട് കോൺ ഡസന്റ് കെയർ നമ്മൾ ഇപ്പൊ ഒരു ആളായിട്ടാണോ അല്ലെങ്കിൽ IoT ആയിട്ടാണോ അല്ലെങ്കിൽ മെഷീൻ ആയിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത്, സ്മാർട്ട് കോൺട്രാക്ട്സിന് ഡസന്റ് കെയർ. അതുകൊണ്ട് ഇറ്റ് നാച്ചുറലി ഫിറ്റ് ഇൻ ടു മാൻ മെഷീൻ, മെഷീൻ മെഷീൻ, മാൻ മെഷീൻ, അല്ലെങ്കിൽ മാൻ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സിസ്റ്റത്തിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത്. അതൊരു ഫാമിലി ന്യൂ കോൺസെപ്റ്റ്. ആക്ച്വലി പവർഫുൾ ആയിട്ട് കോൺസെപ്റ്റ്. ആക്ച്വലി പാരഡൈം ഷിഫ്റ്റ് ആണ്. ആക്ച്വലി കറണ്ട് സിസ്റ്റത്തിലെല്ലാം സെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് ആയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ മുഴുവൻ പവർ ഇരിക്കുന്നു. ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള CEO ആ രീതിയിലാണ് പവർ സ്ട്രക്ചർ ഇരിക്കണമെങ്കിൽ ഇവിടെ നാളെ താഴെയുള്ള ആൾക്ക്
if he can contribute more to the system, he'll get more reward and he can grow more. So that he'll it will be a fair system. അതായത് ഇപ്പോൾ സിസ്റ്റത്തില് എന്താ പറയാ, ഇപ്പോൾ മാനേജേഴ്സ് ആണ് അതിന് താഴെയുള്ള ആളുകളുടെ ഫേറ്റ് തീരുമാനിക്കുന്നത് പോലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. He get points. The rules will be already defined and put into a software system as smart contract. When we interact with that, we get points or kind of feedback. അങ്ങനെയാണ് ഈ മോഡൽ. ഇനി ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ, കേൾക്കാം. ഇനി ഞാൻ കുറച്ച് യൂസ് കേസസ് ആണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത്. ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ കുറച്ച് യൂസ് കേസസ് ആണ് പറയാൻ പോകുന്നത്. ബ്ലോക്ക് ചെയിന്റെ വാൾമാർട്ട് ജസ്റ്റ് ഞാൻ ഗൂഗിൾ ചെയ്തെടുത്തുള്ള സാധനങ്ങളാണ്. വാൾമാർട്ട് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫുഡ് ട്രാക്കിംഗ് സപ്ലൈ ചെയിനാണ്. ഇത് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫുഡ് ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ട്രാക്ക് വേർ ഇറ്റ് കെയിം. ഇപ്പൊ ഈ വാൾമാർട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാൾമാർട്ടിന് ചൈനയിലൊക്കെ സപ്ലൈസ് ഉണ്ട്, പിഗ് അതുപോലെയുള്ള മാംഗോ ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പല സിസ്റ്റത്തില് പല വെണ്ടേഴ്സിന്റെ സിസ്റ്റത്തിലായിരിക്കും. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്ത് പുറകിലോട്ട് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ആക്സസ് ഇല്ല. അപ്പൊ അവരുടെ സിസ്റ്റത്തില് അവർക്ക് ടാമ്പർ ചെയ്യാൻ പറ്റും, കാരണം അവരെ കൺട്രോളിലിരിക്കുന്ന ഡാറ്റയാണ് അവർക്ക് ടാമ്പർ ചെയ്യാൻ പറ്റും. പകരം ഇവിടെ ഒരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യണം. അപ്പൊ ഈ ഷെയർഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ, ഇതിലേക്ക് ഈവൻ മാംഗോ അല്ലെങ്കിൽ പിഗ് ആ ഫാമിൽ നിന്നുള്ള എൻട്രോട്ട് വരും. അങ്ങനെ ആ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വാൾമാർട്ട് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചില് അല്ലെങ്കിൽ ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില് ഒരു POC പോലെ ചെയ്ത് സക്സസ്ഫുൾ ആയതാണ്. എക്സിസ്റ്റിംഗിൽ 3 months എടുക്കുന്ന സംഭവം ഇപ്പൊ സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ DNV എന്ന് പറയുന്ന ഒരു സർട്ടിഫൈങ് അതോറിറ്റിയാണ്. അവര് ചില കമ്പനികളുടെ പ്രോസസ്സും അതുപോലെ പ്രൊഡക്ട്സ് ഒക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒരു ബ്ലോക്ക് ചെയിനാണ് ഇപ്പൊ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വി കാൻ ട്രസ്റ്റ് ഇറ്റ് ആൻഡ് anybody can go and visit it. അതുപോലെ എത്തീറിയം ബേസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ UN ഇംപ്ലിമെന്റ് ചെയ്തു സിറിയൻ റെഫ്യൂജീസിന് വേണ്ടിയിട്ട്. അപ്പൊ സിറിയൻ റെഫ്യൂജീസ് പിന്നെ അവര് ഫുഡ് സ്റ്റാമ്പ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പേയ്മെന്റ്സ് ഈ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഒരുപാട് ഫ്രോഡ് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് സിസ്റ്റം ബിക്കം വെരി റോബസ്റ്റ് ആൻഡ് സെക്യൂർ. അതിലൊരുപാട് റവന്യൂ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഹെൽത്ത് എത്തേറിയ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇന്നലെ നോക്കിയതാണ്. ഹെൽത്ത് എത്തേറിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ഇന്ത്യയിൽ തുടങ്ങിയതല്ല, ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. ആക്ച്വലി ഒരു ഫോക്കസ് ഇന്ത്യയാണ്. അവർ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ ഡാറ്റ ഇപ്പോ ഒരു ബ്ലോക്ക് ചെയിനിൽ എടുത്തു വെക്കാൻ ഉദ്ദേശിക്കണം. ഈ ഡാറ്റ ഡോക്ടർക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനോ ഫാർമസിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ലാബ്സിനൊക്കെ ആക്സസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ കൺട്രോള്, ഡാറ്റയുടെ കൺട്രോള് യൂസറുടെ കയ്യിലായിരിക്കും. അവർ ഓതറൈസ് ചെയ്താൽ മാത്രം, അവർ പ്രൈവറ്റ് കേസ് ഓതറൈസ് ചെയ്താൽ മാത്രമാണ് ഈ ഡാറ്റ റെസ്പെക്റ്റീവ് ആയിട്ട് ആളുകൾക്ക്. അങ്ങനെ ആ ഡാറ്റ സെക്യൂർ ആകുന്നു. അതേസമയം ഇറ്റ് ക്യാൻ ബി ആക്സസിബിൾ ടു എവരിവൺ ആൻഡ് എവരിബഡി ക്യാൻ ട്രസ്റ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഓൺ എ ബ്ലോക്ക് ചെയിൻ. അങ്ങനെ ഈ തരത്തിലുള്ള ഒരുപാട് അപ്ലിക്കേഷൻ നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട്സ് ഇസ് ഗോയിങ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ പറയുന്ന നമ്മള് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ നമ്മൾ ഈ ബ്ലോക്ക് ചെയിനെ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയാണ്. ഇനി ഇതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിവേർട്ട് എ ട്രാൻസാക്ഷൻ. ഉദാഹരണത്തിന് ഞാൻ 10 ബിറ്റ്കോയിൻ പ്രദീപിന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ 100 ബിറ്റ്കോയിൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ വേ ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് ബാക്ക് അൺലെസ് പ്രദീപ് ഈസ് കൈൻഡ് ഇനഫ് ടു സെൻഡ് മീ ദ 90 ബിറ്റ്കോയിൻ ബാക്ക്. നമ്മൾ ചെക്ക് ക്യാൻസൽ ചെയ്യുന്ന പോലെ ആ രീതിയിലൊരു ദർ ഈസ് നോ ചാൻസ് ഡു ദാറ്റ്. രണ്ടാമത്തെ ഒരു കീ മാനേജ്മെന്റ് ആണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് കീ സെക്യൂർ ആണ്. ഇഫ് യു ലൂസ് യുവർ പ്രൈവറ്റ് കീ യുവർ അസറ്റ്സ് ആർ ഗോൺ ഫോർ എവർ. ഇപ്പോൾ കറണ്ട് സിസ്റ്റത്തിൽ ദർ ഈസ് നോ വേ സംബഡി ക്യാൻ സ്റ്റീൽ യുവർ പ്രൈവറ്റ് കീ ആൻഡ് യൂസ് ഇറ്റ്. ഇപ്പോൾ ഈ ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസി അസറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നവര് കീ പ്രൈവറ്റ് കീ സെക്യൂർ ആയിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ത്രെറ്റ്. മൂന്നാമത്തെ ഒരു സ്കേലബിലിറ്റി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻസിലൊക്കെ മെയിൻ ആയിട്ട് വന്ന സ്കേലബിലിറ്റി ഉള്ള ഇഷ്യൂസ്. ബിറ്റ്കോയിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിന്റെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ബ്ലോക്ക് 1 MB ആണ് സൈസ്. നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ വെക്കാൻ പറ്റില്ല. പിന്നെ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന ഓരോ ബ്ലോക്ക് ആഡ് ചെയ്യുന്നത് 10 മിനിറ്റ്സിലാണ്. ഒരു ബ്ലോക്കിൽ അപ്രോക്സിമേറ്റ്ലി 1000 ഉള്ള മാക്സിമം 2000 ട്രാൻസാക്ഷൻ ഒക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ സ്കേലബിലിറ്റി ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ബിറ്റ്കോയിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, ഡു വി റിയലി നീഡ് ടു ഹാവ് ബിറ്റ്കോയിൻ ആക്ട് ആസ് എ വിസ ഓർ എ പേപ്പാൾ, ഓർ ബിറ്റ്കോയിൻ ജസ്റ്റ് ബി എ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, അങ്ങനെ ബിറ്റ്കോയിൻ ഇരിക്കണോ? അതോ ബിറ്റ്കോയിന്റെ മുകളിൽ ലൈറ്റ്നിങ് പോലുള്ള സൊല്യൂഷൻസ് കൊണ്ടുവന്ന് സ്കേലബിലിറ്റി കൊണ്ടുവരണോ എന്നുള്ള ഒരു ചോദ്യം. അപ്പൊ രണ്ടും ആക്ച്വലി രണ്ട് പല സ്കൂൾ ഓഫ് തോട്ട് ആയതുകൊണ്ട് പലരും പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പല ആൾട്ടർനേറ്റീവ് കോയിൻസിനും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ, പല ടെക്നോളജി വെച്ചിട്ട്, അല്ലെങ്കിൽ പല മെത്തഡോളജി വെച്ചിട്ട്. അവർ പറയുന്നത് തേർഡ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് എന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ബിറ്റ് കോയിൻ ആണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആണ് എത്തീറിയം. കാരണം സ്മാർട്ട് കോൺട്രാക്ട്സ് ആഡ് ചെയ്ത് എത്തീറിയം ആണ്. എത്തീറിയത്തിനും സ്കേലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിലാണ് ഇപ്പൊ ഈ നെം, ഡാഷ്, അയോട്ട, കാർഡാനോ ഇതുപോലുള്ള ആൾട്ടർനേറ്റീവ് കറൻസീസ് വരുന്നുണ്ട്. അപ്പൊ അവർ ആക്ച്വലി സ്കേലബിലിറ്റി ഇഷ്യൂ അഡ്രസ് ചെയ്യണം. അപ്പൊ ഇതിലൊരു മെയിൻ പ്രോബ്ലം സ്കേലബിലിറ്റി ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ഇത്രയധികം ഫീ ഇപ്പോൾ വാങ്ങുന്നത്. കാരണം ഈ കൂടുതൽ ഫീ തരുന്നവരെ ട്രാൻസാക്ഷൻസ് പ്രയോറിറ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്താ പറയാ, ഈ ട്രാൻസാക്ഷൻ ഫീ ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിനിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കറിയാം, ചിലപ്പോ ഒരു ചായ വാങ്ങുകയാണെങ്കിൽ $20 ഇപ്പോൾ ട്രാൻസാക്ഷൻ കൊടുക്കേണ്ട അവസ്ഥ ബിറ്റ് കോയിൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന്റെ മെയിൻ പ്രശ്നം ഈ സ്കേലബിലിറ്റി ഇഷ്യൂസ് തന്നെയാണ്. ഇപ്പൊ ചായ വാങ്ങാൻ ബിറ്റ് കോയിൻ ഉപയോഗിക്കണോ അതോ വീട് വാങ്ങാൻ ബിറ്റ് കോയിൻ ഉപയോഗിക്കണോ എന്നുള്ള ചർച്ചയാണ് ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് അരുണല്ലേ ചോദിച്ചത്, ആരാ സ്കേലബിലിറ്റി ഇഷ്യൂസിന്റെ ചോദ്യം ചോദിച്ചത്? സ്കെയിലബിലിറ്റി ഞാനൊരു ചോദ്യം, അത് സെയിം ചോദ്യമാണോന്ന് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഈ 10 മിനിറ്റ് ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്നതിനെ. അതെ അതെ. അപ്പൊ ആക്ച്വലി ഇത് ഇറ്റ്സ് എ നോൺ ഇഷ്യൂ. ബിറ്റ് കോയിനിൽ നോൺ ഇഷ്യൂ ആണ് ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ, സ്കേലബിലിറ്റി എന്നുള്ളത്. അപ്പൊ അതിലാണ് നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സൊല്യൂഷനാണ് ബിറ്റ് കോയിൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ബിറ്റ് കോയിൻ ഈ ചായ വാങ്ങാൻ ബിറ്റ് കോയിൻ ഉപയോഗിക്കണോ എന്നുള്ള ചോദ്യം വേറൊരു ഗ്രൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ 3 ടാസ്കുകൾ, അതായത് സെക്യൂരിറ്റി, സ്കേലബിലിറ്റി, ഡിസ്ട്രിബ്യൂട്ടഡ്, ഈ 3ഉം ഒരുമിച്ച് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കാരണം നമ്മൾ എത്രയും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതനുസരിച്ച് നമ്മുടെ സെക്യൂരിറ്റിയും ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ 2 പോയിന്റ് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ സ്കേലബിലിറ്റി യൂസ് ആവാം. നമ്മൾ സ്കേലബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് സെൻട്രലൈസ് സിസ്റ്റം ഉണ്ടാക്കി നമുക്ക് സ്കേലബിൾ ആക്കാം, പക്ഷെ അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് സ്കേലബിലിറ്റിയും സെക്യൂരിറ്റിയും ഡിസെൻട്രലൈസ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ആക്ച്വലി ഇപ്പൊ എത്തീറിയത്തിന്റെ ഒക്കെ ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടറൊക്കെ ആയിട്ടുള്ള വിറ്റാലിയൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന പുതിയ ഇപ്പൊ നെമ്മൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ സോൾവ് ചെയ്യുന്നുണ്ട്, ഡാഷിലൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് തരത്തിലുള്ള സെൻട്രലൈസേഷൻ കൊണ്ടുവന്നിട്ടാണ്, അതായത് പ്രോസസ് ഒരു മാസ്റ്റർ നോഡ് പോലുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവര് ആ പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്റർനെറ്റിൽ 90s എങ്ങനെയാണോ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നിൽക്കുന്നത്. നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഇതിനൊക്കെ ഈ പറയുന്ന സ്കേലബിലിറ്റി ആണ് നമ്പർ 1 പ്രയോറിറ്റി. എല്ലാ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു നമ്പർ 1 പ്രയോറിറ്റി സ്കേലബിലിറ്റി ആണ്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് എന്റെ ലാസ്റ്റ് സ്ലൈഡാണ്. എല്ലാവരും നല്ല വിശപ്പൊക്കെ ഉണ്ടാവില്ലേ? ഇതില് എവിടെ നിന്നാണ് നമ്മൾ സിസ്റ്റം എവിടേക്കാണ് പോകുന്നത്? ഇപ്പൊ ടാമ്പറബിൾ ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ട്രസ്റ്റ് വേണ്ടിയിരുന്ന തരത്തിലുള്ള സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് കൺസെൻസസ് ഉള്ള ഒരു സിസ്റ്റം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മുകളിലത്തെ സ്ലൈഡ് ഉദ്ദേശിക്കുന്നത്. ആ വേൾഡ് ഇസ് ചേഞ്ചിങ്. അതിനെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് 1400s. ഇപ്പോൾ ഈ നോളജ് എങ്ങനെയാണോ ഈ പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് സാധാരണ എല്ലാവരിലേക്ക് എത്താവുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ നോളജ് ബേസ്ഡ് കമ്പനീസ് എന്നാണ് അവർ വിളിക്കുന്നതിനെ, ഈ പ്രിന്റിംഗ് കമ്പനീസ്. പിന്നെ എഞ്ചിൻ കണ്ടുപിടിച്ചു. ആ സമയത്തുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1800s. 1900s അവസാനം നമ്മൾ ഓൺലൈനായി ഇന്റർനെറ്റ് കണ്ടുപിടിച്ചു. അതിന് ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ കമ്പനീസ് ഗൂഗിളൊക്കെ ഉണ്ടായി. നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ബി ട്രസ്റ്റ് ബേസ്ഡ് കമ്പനീസ്, ട്രസ്റ്റ് കമ്പനീസ്. അതായത് ഇപ്പൊ നമുക്ക് തരുന്ന ഡാറ്റ നമുക്ക് എത്രമാത്രം ട്രസ്റ്റഡ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ എല്ലാ മേഖലയിലും, ഇപ്പൊ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ, നമ്മുടെ മാരേജ് നമ്മൾ ഓൺ ചെയ്യുന്ന എല്ലാതും ബ്ലോക്ക് ചെയിനിലായിരിക്കും. നമ്മളെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചിലപ്പോൾ ബ്ലോക്ക് ചെയിനിലായിരിക്കും.
അതേപോലെ ഇപ്പൊ നമ്മൾ ഒരു 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 പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ഷൂ, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ നമ്മൾ ബ്ലോക്ക് ചെയിൻ ചെക്ക് ചെയ്തിരിക്കും. നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു വാൾമാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫുഡ് ഓർഗാനിക് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലായിരിക്കും. അങ്ങനെ നമ്മുടെ ലൈഫിന്റെ എല്ലാ ഏരിയയിലും ഈ ഗോയിങ് ടു ഹാവ് എ ഇമ്പാക്ട്. അപ്പോൾ ഇതിന്റെ ഒരു കറൻസി ഫീൽഡിലുള്ള ആപ്ലിക്കേഷനേക്കാൾ ഉപരി, കാരണം അവിടെ ഗവൺമെന്റിന് ചിലപ്പോൾ പല ഇന്റർഫറൻസ് ഉണ്ടാവാം, പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഈ തരത്തിലുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇനി വരാവുന്ന ഒരു നെക്സ്റ്റ് 10-20 ഇയേഴ്സിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ ചിലപ്പോൾ വരാം. ഇപ്പോൾ പറയുന്ന ഹൈറാർക്കി കട്ട് ചെയ്തിട്ട് വിൽ ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ആസ് യു ഡു ദ വർക്ക്, ആ രീതിയിലുള്ള ഓർഗനൈസേഷൻസ് വരാം. അപ്പൊ അതൊക്കെ ഒരു ടോട്ടൽ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോ ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഒറ്റ കോട്ട് കൂടി. ഒരു ജോർജ് ലെവി എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, ബ്ലോക്ക് ചെയിൻ ഇവാഞ്ചലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കോട്ട് പറയുന്നത്, ഇന്റർനെറ്റ് ഇസ് ബ്രോക്കൺ ആൻഡ് ബ്ലോക്ക് ചെയിൻ ഇസ് ഹിയർ ടു ഫിക്സ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ്. സോ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബിറ്റ് കോയിൻ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും? ആ പ്രൈവറ്റ് കീ അത് എക്സാക്ട്ലി, അത് ഈ പല സ്ഥലത്തും ഈ ഇതുണ്ടല്ലോ നമ്മുടെ എക്സ്ചേഞ്ചസ്, ഇപ്പോ കോയിൻ ബേസ് പോലെ എന്തെങ്കിലും നമുക്ക് പ്രൈവറ്റ് കീ തരില്ല. ഓക്കെ, നമുക്ക് ആക്ച്വലി എടുക്കാം, നമ്മൾ നമ്മുടെ ആയിട്ടൊരു വാലറ്റ് ഉണ്ടാക്കി നമുക്ക് അവിടേക്ക് ആ ട്രാൻസ്ഫർ നമുക്ക് അതിന്റെ പ്രൈവറ്റ് കീ എടുത്ത് വയ്ക്കാം. പക്ഷെ പല ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻസിനെ ചില എക്സ്ചേഞ്ചിൽ സൂക്ഷിക്കും. ഈ എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്രൈവറ്റ് കീ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫണ്ട് കൊണ്ടുപോകുന്ന ചെയ്യാം. ആക്ച്വലി പ്രൈവറ്റ് കീ മോഷ്ടിക്കലാണ് അതിന്റെ ഹാക്ക്. അതെ, എക്സ്ചേഞ്ച് നമ്മൾ ഫിയാറ്റ് കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ എക്സ്ചേഞ്ച് വേണം. നമ്മൾ ഡയറക്റ്റ് ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല. നമ്മൾ എക്സ്ചേഞ്ചിൽ പോകുന്നത് നമുക്ക് ഫിയാറ്റ് കറൻസിയിലേക്ക് വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. Sarath, I have a few questions. See, somebody was asking me കുറച്ച് പൈസ ഈ ICOs ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, they were telling me that അവരാണെങ്കിൽ അതെല്ലാം ബെറ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് എങ്ങനെയാ, അത് how do you value them? അതുപോലെ തന്നെ അത് ഇവര് പറയുന്ന അത് അങ്ങനെ അവര് നമ്മുടെ പൈസ എടുത്ത് ആലോക്കേറ്റ് ചെയ്യുന്നത് കറക്റ്റ് പ്ലേസിലോട്ടാണോ? അതുപോലെ നമുക്ക് ഇനിഷ്യൽ ഓഫറിംഗ്സിനെ എല്ലാം കുറിച്ച് ഒന്ന് പഠിക്കാനും ഉള്ള ഒരു സൈറ്റോ ഒരു റിസോഴ്സ് ഇവിടെ ഉണ്ടോ? ഓക്കെ, ബേസിക്കലി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഹെൽത്ത് തീറിയം, അവരൊരു ടോക്കൺ ഇറക്കിയാണ് ICO ഒക്കെയാണ് ഒരു ഫണ്ട് റൈസ് ചെയ്തത്. ബേസിക്കലി നമ്മളിപ്പോ ഞാൻ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. അത് എത്രമാത്രം സയന്റിഫിക് ആണോ എങ്ങനെയാണെന്ന് അറിയില്ല. ആക്ച്വലി ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ നോക്കും എന്ത് പ്രോബ്ലം ആണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ്, നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വരുമ്പോഴുള്ള ഇഷ്യൂസ്, ഇതൊക്കെ ഇവര് അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കും. ആദ്യത്തെ പോയിന്റ്. പിന്നെ ഇതുപോലെ റിയൽ ലൈഫിൽ ഇസ് ഇറ്റ് റിയലി ഗോയിങ് ടു സോൾവ് എ പ്രോബ്ലം? അപ്പൊ അത് നോക്കണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഇത്തിരി എഫേർട്ട് എടുക്കണം. നമ്മൾ അവരുടെ വൈറ്റ് പേപ്പർ വായിച്ചിട്ട് നോക്കണം. പിന്നെ റെഡിറ്റിലാണ് ഈ ക്രിപ്റ്റോ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത്. റെഡിറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒക്കെ ഗ്രൂപ്പുകളുണ്ട്, അവിടെ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് കാണാം. റെഡിറ്റ് ആണ് ആക്ച്വലി അവിടെയാണ് ഈ പറയുന്ന ഡിസ്കഷൻസ് ഒക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ നമുക്ക് ഇതിന് കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോകുന്നെങ്കിൽ പലപ്പോഴും ഒരു ടെലഗ്രാഫാണ് ഇവർ പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാരണം അത് കുറച്ചുകൂടി സെക്യൂർ ആണെന്ന് അത് കാണാം. അപ്പൊ ടെലഗ്രാഫിലാണ് ഇവര് ഇത് മെയിലിംഗ് ലിസ്റ്റ്, നമുക്ക് വേണമെങ്കിൽ ഇതിന്റെയൊക്കെ മെയിലിംഗ് ലിസ്റ്റിൽ പോവാം. അങ്ങനെ ആ ഭാഗത്താണ് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ വേണമെങ്കിൽ ആ ഭാഗത്താണ് നമ്മൾ നോക്കേണ്ടത്. റെഡിറ്റ് ആണ് നമുക്കൊരു കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡിസ്കഷൻസ് ഒക്കെ കേൾക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കണം പോകണമെന്ന് വെച്ചാൽ റെഡിറ്റിലായിരിക്കും നല്ലത്. പിന്നെ ഇതിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇത് എന്താ പറയാ, ഓരോന്നും ഇപ്പോ ഈ ICO കുറച്ചാൾ മുന്നേ ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് ഒരാള് നത്തിങ് ടോക്കൺ എന്നോ എന്തോ പറഞ്ഞു ടോക്കൺ ഇറക്കി. ഇറ്റ് ഡസ് നത്തിങ്. അദ്ദേഹം ഞാനൊരു ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഫോർ ഫൺ. ഞാൻ ടെസ്റ്റ് നെറ്റ്വർക്കിന് മാത്രം നമുക്ക് ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ടോക്കൺ ഉണ്ടാക്കാം, എത്തീരിയം ബേസ്ഡ് ടോക്കൺ ഉണ്ടാക്കാം. അപ്പോ ഇദ്ദേഹം ഒരു ടോക്കൺ ഉണ്ടാക്കി, നത്തിങ്, ഇറ്റ് ഡസ് നത്തിങ്. അതായത് വൈറ്റ് പേപ്പർ ഒന്നുമില്ല, ഇറ്റ് ഡസ് നത്തിങ് കൊണ്ട് കിട്ടും. They went and bought it. He got $40,000.
സോ അത് കാരണം ആളുകൾ പലരും നോക്കുന്നില്ല ഇത് എന്താണെന്ന്. ബേസിക്കലി നമുക്ക് ഒറ്റ ആൻസർ ഇല്ല. ഇത് ചെയ്ത ഒരു ഫോർമുല എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് നല്ലതാണോ ചീത്തെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ നോക്കേണ്ട കാര്യം ഇത് റിയൽ ലൈഫിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ, ഇത് സ്കെയിലബിൾ സൊല്യൂഷൻ ആണോ, അങ്ങനത്തെ ഉള്ള പെർസ്പെക്റ്റീവിലാണ് നോക്കിയിട്ടാണ് നമുക്ക് ഇതിനെ എന്തെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നോക്ക് ഔട്ട്സ് ഉണ്ടാവും. ഡിഫിക്കൽട്ട് ടാസ്ക് ടു ആക്സസ് ഇറ്റ്. Okay, where can you do? So, for example, like you said that you're mining something yourself. Mining process and whatever. Like in the ant miner and whatever. I think you have to buy that from China, and they're the only ones to sell it. And I would want you, then you have to buy it in Bitcoin. So, how do you make it a possibility to mine in US, and is it cost effective to mine in US? So Bitcoin, ഞാൻ മൈൻ ചെയ്യുന്ന ബിറ്റ്കോയിൻ, ഞാൻ മൈൻ ചെയ്യുന്നത് എത്തിയറാണ്. മൈനിങ്ങിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേക തരത്തിലുള്ള ഹൈലി കപ്പാസിറ്റിയുള്ള ASIC പ്രോസസ്സേഴ്സ് വേണം. അതും മാത്രമല്ല, യു ഹാവ് ടു ഇൻവെസ്റ്റ് സോ മച്ച് ടു ഗെറ്റ് എ ഹാഷ്. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ടു അതിന്റെ ഡിഫിക്കൽറ്റി 18 zeros ഫ്രണ്ടിൽ വരുന്ന ഒരു ഹാഷ്. അപ്പോൾ അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റത്തിന് മാത്രമാണ് ബിറ്റ്കോയിൻ മൈൻ. അപ്പോൾ നമ്മളൊരു ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ എന്നെ പോലെ സാധാരണ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് അതൊന്നും താങ്ങാൻ പറ്റുന്ന കേസില്ല. ഞാൻ മൈൻ ചെയ്യുന്നത് എത്തേറിയാണ്. എത്തേറിയം ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടാണ് മൈൻ ചെയ്യുന്നത്. എത്തേറിയം കുറച്ചും കൂടി നമുക്ക് അത്രയും കപ്പാസിറ്റി ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാനൊരു $1,000 അല്ലെങ്കിൽ $800 ആ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ചു. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു പൂൾ മൈനിങ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. പൂൾ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് മൈൻ ചെയ്യില്ല, പകരം നമ്മളൊരു പൂളിൽ പോയി ജോയിൻ ചെയ്യും. BTC.com എന്ന് കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഒരു ഹാഷ് റേറ്റിന്റെ 25% BTC.com ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്ന അവരൊരു പൂൾ മൈനിങ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കും. നമ്മുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അവർ യൂസ് ചെയ്യും, എന്നിട്ട് അവർ മൈൻ ചെയ്യും. അവർ കിട്ടുന്നതിൽ നമ്മൾ എത്രയാണോ ഷെയർ CPU കൊടുത്ത് അതിൽ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയർ നമുക്ക് കിട്ടും. നമ്മൾ ഒറ്റയ്ക്ക് മൈൻ ചെയ്യാൻ പോയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ഈ മാജിക് നമ്പർ കിട്ടുന്നത് അപ്പം മാത്രമാണ് നമുക്ക് പൈസ കിട്ടുക. അപ്പൊ കിട്ടുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് കിട്ടും. പക്ഷെ നമുക്ക് ഇറ്റ്സ് വെരി ലെസ് ചാൻസ് യു ഗെറ്റ്. ഇറ്റ്സ് ലൈക്ക് യു റണ്ണിങ് ഫോർ പവർ ബോൾ. അപ്പോൾ ആ മാജിക് നമ്പർ കണക്കാൻ ലോകത്തെല്ലാവരും കോമ്പറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റം മാജിക് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രോബിലിറ്റി ലെസ് ചാൻസ് ആണ്. അപ്പൊ പകരം എന്താ വെച്ചാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് മൈൻ ചെയ്യും. ഈ ഗ്രൂപ്പ് ആയിരിക്കും ഫുൾ ഹാഷ് പവർ കൊടുക്കുന്നത്, പക്ഷെ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ കൊടുത്ത ആ കറസ്പോണ്ടിങ് ഷെയർ നമുക്ക് കിട്ടാൻ ചെയ്യാം. എനിക്ക് മന്ത്ലി അപ്രോക്സിമേറ്റ്ലി 0.2 ബിറ്റ്കോയിൻ കിട്ടും. ഇന്ന് 0.2 എത്തേറിയം കിട്ടും. ഇപ്പൊ കറന്റ് എത്തേറിയം ഇസ് ട്രേഡിംഗ് അറൌണ്ട് $900 ലൈക്ക് ദാറ്റ്. അപ്പോ എനിക്കൊരു 100-150 അങ്ങനെ എത്തേറിയം കിട്ടുന്നുണ്ടാവും USD കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു $50 ആൻഡ് $40 ഇലക്ട്രിസിറ്റിക്ക് പോകും. അപ്പോൾ ഒരു $100 പെർ മന്ത് എനിക്ക് അതിന്റെ റവന്യൂ ഉണ്ടാവും. നമുക്കൊരു വലിയ സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ മോർ പ്രോഫിറ്റബിൾ ആയിരിക്കും. പ്രൂഫ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടി. I am sorry to take one more, but if you're just a basic retailer, how do you accept Bitcoin? Because other people Sarath പറഞ്ഞത് ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ mainly are all big companies. So what is the terminal, or what is it that I would need to have in my possession to accept Bitcoin? അപ്പൊ അതിന് ഈ പോയിന്റ് ഓഫ് സെയിൽസിലുള്ള ഇപ്പൊ നമ്മള് കാർഡ് റീഡർ പോലെ ബിറ്റ്കോയിന്റെ കാർഡ്സ് ഇറങ്ങുന്നുണ്ട്. ഈ പോയിന്റ് ഓഫ് സെയിൽ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ആക്ച്വലി അവർ നോർമൽ ബിറ്റ്കോയിൻ ആക്സെപ്റ്റബിൾ ആയിട്ട് ചെയ്യുന്ന ഈ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സെയിൽസ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് വരുന്നുണ്ട്. പിന്നെ ബിറ്റ്കോയിൻ എനേബിൾഡ് കാർഡ്സ് തന്നെ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെയാണ് അത് സോൾവ് ചെയ്യുന്നത്. അതിനുള്ള പ്രത്യേക കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു മെർച്ചന്റിനെ POS ബ്ലോക്ക് ചെയിൻ മാറ്റാനുള്ള രീതിയിൽ. ബിറ്റ്കോയിൻ ഡോളർ എക്സ്ചേഞ്ച് അല്ലാതെ ആക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടോ? ബിറ്റ്കോയിൻ UK ബേസ്ഡ് കമ്പനീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അത് നോക്കിയിട്ടില്ല ആക്ച്വലി. ഷുഡ് ബി. പക്ഷെ റീറ്റെയിൽ ആരും അങ്ങനെ ഇല്ല അല്ലേ? റീറ്റെയിൽ Walmart accept ചെയ്തോ? Didn't you say that? I think one of your slides said Walmart. No, I was told Walmart is using blockchain to solve their problem in supply chain. Okay. So actually, pala companies, they were originally accepting Bitcoin, but Bitcoin, the price has gone up so much, and the transaction cost is so much that it's not practical to buy coffee and sandwiches and all that through Bitcoin. So I think
people are walking out of that. It's not working. Yeah, scalability problem ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് കോഫി വാങ്ങാൻ ബിറ്റ്കോയിൻ ഉപയോഗിക്കണമെന്നുള്ള ചോദ്യമാണ്. പിന്നെ ഈ ICO പറഞ്ഞല്ലോ, ICO is heavily influenced by Chinese investors right now. കാരണം China, there's no legitimate investment opportunity. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സേവിങ്സ് എല്ലാം ആൾക്കാർ they're trying to use Bitcoin and ICO as a way to park their cash. And Chinese, to make a racist comment, Chinese, like Indians, are very natural gamblers. They like this kind of thing, and I think that's causing tremendous swings in the price, and which means that Sarath പറഞ്ഞല്ലോ, you have to look at the white paper and see if there's any business sense in what they're doing. Unfortunately, it's not so much the business sense that is moving the market. I think there's a lot of uneducated, unsophisticated investors who are coming in, and they're just splashing money all around. And the legal support structure for Bitcoin, for ICO, is not clear at all. When you buy ICO, you're buying tokens issued by a private company. What is a market for that? Can they issue more? What protection do you have? It's not like buying shares in a company. It's actually very, very dubious. So I think unless there is more clarity on it, the safest thing to do is step away from all that, which is highly dangerous. ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് just for fun, because ഇത് $100, $50 just to see what it looks like. അതൊരു educational effort മാത്രമല്ല, it's highly dangerous in my view. But wait, but Falco, so in such a investment, has the price and the valuation gone up? Yeah, which means that നമ്മുടെ $100 ഇട്ട് കഴിഞ്ഞാൽ ആ $100 പെട്ടെന്ന് $500 $1000 ഒക്കെ ആവും. There's no question on that. But $100 can also go down to $10. So if you're putting in $10, $100, $200 just for fun, that's totally fine. But basically, there are some people who put in $10,000 and $50,000 because they think that the $50,000 can become $500,000. That is risky. So don't put thousands, but put, I think, നമ്മളെല്ലാവരും ഒരു $100 ഇടുന്നതാണ് ഞാൻ പറയാ, just to learn what it looks like. See, each group in our church, they want a minimum investment of either 10,000 and they prefer 50. You just told me the same number that they're mentioning. So I just wondered, what they're talking about. Like in the 6 months, whatever happens, they close out. You understand? So I wondered what this is all about. That's why I wanted to wait for this presentation. So like the thumb rule is put as much you can risk. Number of savings, how much you can risk, put that. That might save your life, or let it go. That's it. So, no, I wouldn't agree with that. No, I don't think so. I think maybe we can take this up on a separate occasion. ICO investments is a very different question. I think we should get a little more careful than that. I don't agree with that actually. Let's take it up on the next call, Karam. I think we've gone. Agree, because I told earlier, I don't have zero knowledge on the financial and the legal aspects of all this. All right, that's it. I mean, that's it for my side. Is there any question? Sorry, I did not look the question. Sarath, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഈ 21 million ലിമിറ്റ് സെറ്റ് ചെയ്തതിന്റെ എങ്ങനെയാണ്, അതിന്റെ റാഷണൽ എന്താണ്? എന്തെങ്കിലും കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണോ, അത് ജസ്റ്റ് നമ്പർ എന്താ അറിയോ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ആക്ച്വലി my understanding is like to beat the inflation. We shouldn't be printing more currency എന്നുള്ള രീതിയിലാണ് അതിന്റെ 21,000. അത് എന്തുകൊണ്ടാണ് ആ നമ്പറിലേക്ക് എത്തിയെന്നുള്ളത് I don't know. Yeah, I think when Bitcoin was first introduced, I think the idea was that governments can freely issue currency, and that is causing inflation. Now, the gold standard in the Sampradayandalo, governments can only issue currency when there's backed up by gold. Now, nobody looks at gold. You can issue currency. Any government can issue any currency, whatever they want. So, inflation. If you've got $1 trillion worth of assets, and that corresponds to, let us say, $1 trillion in notes, then it is a 1-to-1 correspondence. But if you increase the currency value from 1 trillion to 1.5 trillion, but the underlying assets and goods are just worth 1 trillion, then there's a mismatch. That means that each dollar note is actually worth less than what it used to be. So either just printing your money into inflation. So governments are palappadam cheyarla karyana, and rich investors naturally have a strong aversion towards that. So adu ozhuvakkan vendita
Bitcoin long ago made a commitment that whatever happens, we will issue a flat number of Bitcoins, which means that as the number of transactions goes up, but the currency remains flat, then the value per currency will only increase. It will never decrease. That's a very dramatic example. In fact, this is the first true financial asset class in human history where there is an assured guaranteed ceiling on the quantity. So that's a very revolutionary concept. So that's why they did. Now, why did they reach 21 million? Why not 5 million? I think that is that they have a managing committee or something. They decided. I'm not sure how it happened, but okay. How did they arrive in the confusion? Yeah, I think they made some calculation saying that the total number of human transactions are X million transactions, and we think that so much percentage of them will move into Bitcoin blockchain. Blockchain will be so much. Bitcoin will be, let's say, half of it or 1/3 of it, whatever. So then this will be this, and then I heard about it. I read a book. I don't remember the details. But calculation okay. But that is a problem also, right? I mean, I think I get the idea behind not issuing enough currency to prevent inflation, but then it's a problem. Think about it. If US government only issues $100 bills, then we don't have $1 bill or 1 cent or 10 No, that's not true. Pradeepan, that's not true. Karanam, Bitcoin and Ethereum, and when you buy it from Coinbase or some other exchange, you can buy 0.00001 Bitcoins. Oh, okay. So when you fractionalize it that way, it's actually not a problem at all. Yeah, no, that's right. That makes sense. Yeah, Bitcoin in a basic to Satoshi number, 100 million. Okay, so there is enough denomination. Satoshi and actually that lowest number cent in the Satoshi and Bitcoin minimal unit to the 100 million 10 million. But I think this whole topic is great because central bank in that mystery of like in the wording was the double spend and tracking every bit of where it goes I think it's fascinating. I think this is going to be the future. But the thing is that if coins value on that value parana value on the evaluate channel, I think. You know what I mean? But I think it's really fascinating stuff. So maybe what we should do, Gene, is maybe in one of our future sessions, we should have a session on the financial aspects and investment aspects of Bitcoin. What would it do to the world? How does it impact, central banking and fractional currency systems? I think that is a topic that I think Samir also has strong views. So I think, yeah, that might be something to look at. If anyone is volunteering for that, that will be a good complement to what Sarath is doing. So Sarath has presented a technical architecture of how it works. Now I'd be curious to learn from someone else on how the business aspect works. Yeah. Or we can actually, what we can do is let's go out and reach out to some people that we know outside and external speakers. We can invite them. And let's invite them. They may or may not be Malayalis, and we can ask them to speak to us on what is the investment opportunities of Bitcoin and how does it work and all. You want those guys that gave me this white paper? They gave me 2 bits of paper, and it's actually they gave me a bunch of paperwork. I've been sifting through it. If you want, you can have them come and talk. And if you guys like it, invest in it. But they're saying that they're researching all these ICOs, and their limit is I think there's like 5 months or 6 months. Their timeline is 6 months or 5 times the return of investment, and then they're out. So if you guys want to get in on it, this is it. Maybe I can have those guys present to us next time. See, I think, again, I'm hesitant to take up time here, but my view is fundamental basis of investing. This is an incredibly stupid idea. The idea that someone is willing to spend $50,000 to buy ICOs is just among one of the most stupid things you've heard of. That's one half of the story. But the other half of the story is that there are incredibly stupid people out there. And these are incredibly stupid people who don't look at anything and they just invest because they think it's going to rise.
Either, so when you're faced with a competition between a bad idea, a stupid idea and stupid investors, it's hard to say where it'll go. Udaharanam, നമ്മുടെ 2005-ല് നമ്മുടെ ആ ഗ്രേറ്റ് റിസഷൻ വരുന്നതിന് മുമ്പ് Alan Greenspan said irrational exuberance. He gave a warning saying this is a big bubble, it's going to crash. The central bank and the governor want you to. And then for the next 2 years, it went up almost 50% after that. Which means after the big guy, the most knowledgeable guy tells you this is a scam, it went up 50%. So even there's no one yet who's made that warning, which means that in spite of the whole thing being a giant scam and a fiasco, it's entirely possible things will go up by another 5x and 10x in the next few years. So it's a stupid idea, but then there are stupid investors who might push it up very higher. So you can say, you can take a very cynical way and say, I think this whole thing is all BS, but because there are idiots out there, come, let's go for a ride and let's make some money. Yeah, that is called the bigger fool theory or something, right? Yeah. And a lot of this is the most dangerous thing, I think, is ഈ ബിറ്റ്കോയിനിലെ ഇൻവെസ്റ്റ്മെന്റ്സിന് വരുന്നത് ഈ കുറെയൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അല്ല വരുന്നത് കുറെയൊക്കെ ചൈനയിൽ പാവം ബാങ്കിൽ കാശിടാൻ നിവൃത്തിയില്ലാത്ത ഓരോ completely speculative people. They don't even know what the heck is Bitcoin, but they will invest in this. That's what is driving up prices. So who's going to go for the ride for 5 months? Internet build stupid. But this is a dangerous game. This is a dangerous game. I mean, you are playing with fire. I mean, you could make a lot of money or you could lose a lot of money. It could go either way. Listen, if you're okay with that loss of 50 or whatever, let it be, let it ride, a gambling game with it. Yeah, so like ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി സൈഡിൽ ഇതിപ്പോൾ 2 സ്ട്രീം ഉണ്ടല്ലോ. ഒന്ന് ബിറ്റ്കോയിൻ, അതുപോലെ എന്താ പറയുക ബിറ്റ്കോയിൻ ക്യാഷ്, ലൈറ്റ് കോയിൻ പോലുള്ള കറൻസി ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നു. ആ സമയത്ത് ടെക്നോളജിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരുപാട് എത്തീറിയം ബേസ്ഡ് ആണ്. I think those are better investments. Like those are going to, they don't give you that immediate return. They might stay for a while because those are really based on the strong technical backbone. No government is going to interfere. I would also say that there is a difference between investing in the share of a company and investing in the token in an ICO. Because when you invest in the shares of a company that does something here, then you are one of the owners of the company. You own a tiny part of the company. That is a legal right. That right is protected by American law. The right can't be taken away from you. And there are, Securities and Exchange Commission. There are these incorporating bodies. There's an audit profession. There are some things that exist in this world that will make sure that when you spend $10 to buy the share of any company, even if it's a trashy company, your shares can't be completely trashy. There is some sanctity to that. Whereas token is not a share. You're not buying a share in a company. You could have the next big Google or Facebook or Apple or something coming up in the blockchain world. Their shares might be very valuable, but they're not giving you shares. They're actually giving you tokens. A token is like a private party. You're conducting a private party and you have an entrance fee and you're giving a token for that. That's not an ownership of the company. So I think people don't realize how stupid these tokens are. But again, the bigger fool theory, there are idiots who don't understand the difference of buying these tokens. No, but the thing is, okay, I point and accept you. But എനിക്ക് 2 കാര്യം പറയാനുള്ളത് വെച്ചാൽ, വൺ ശരത് പറഞ്ഞ ആ ഒരു thinking I really liked it and I enjoyed it. എന്ന് വെച്ചാൽ what is the problem that this company or this token or whatever is solving? If there's value there, that intrinsic value is what I perceive it to be. And I agree, I don't have a stock in the company, but that idea I have some stock in. You understand? And I think that is where I think the value is. And that's why... No, Jim, that's the misconception. Let me take an example. Let's say that you create a new company that that uses blockchain technology to provide security for, let's say, mortgage property titles and things like. Let's just take an example. Or Airbnb or Uber. There's an Uber replacement coming up in the blockchain world. You can buy and sell Uber like car. You can book a car using an app that uses blockchain, let's say. So that's going to be, that entity is going to be as valuable as Uber, let's say. And one day it's going to transform the world. No question on that. It's meeting a real need. So Sarath പറഞ്ഞ പോലെ fundamental നോക്കിക്കഴിഞ്ഞാൽ it's meeting a big need. There's a big advantage, blah, blah, blah. അതെല്ലാം ശരിയാണ്. But you're not getting a share in the company. They're issuing tokens, which means, let us say they issue 1 million tokens today. Later on, they can issue 1 billion tokens. And then after a few years, they said, hey, let's issue some more tokens. And they issue 1 trillion tokens. So now earlier you had one out of 1 million tokens.
Later on, you have 1 token out of 1 billion tokens. Now you have 1 token out of 1 trillion tokens, and yet you have no share of ownership in the company. The company could be worth $1 trillion, and the entire token itself could be worth like $1 billion, of which you own 1 out of 1 trillion, which means your tokens now, you bought tokens for $1 and it's really worth 1 cent. So that's a difference between ownership of the company and ownership of a token. Value couldn't. So for example, yes, you did buy 1 of 1 billion, but as the pot became bigger, aren't you getting a bigger share? No, you don't. Let me give you an example. Let's say that I'm creating an Uber equivalent in the blockchain world. Okay, and let's say my company is going to become very valuable, and let us say that I need to buy I have suppliers, and I want people to come and do the programming in my company. Okay, and then these programmers. So the way it works is these programmers, I don't want to pay them a salary. So what do? I tell them I'll give you tokens. So all my suppliers, my landlord, my purchase people, all these vendors, I don't pay them cash. I pay them tokens, and I tell them, hold on, these tokens are going to be useful because other people will need them. So all my vendor management, accounts payable, I manage it through these tokens. And then I issue $1 billion worth of tokens this way. And then later on, nothing prevents me from issuing $1 trillion worth of tokens. Because these tokens are just like it's a private club membership. You know, a token is worth what other people think it is worth. And your token that you bought for $1 could eventually be worth 1 cent. And it could even be worth 0.0001 cent. So which means that your money that you put in here, let us say you put in $10,000 in the tokens, its value could deteriorate by 99.999% it could deteriorate. Because you're getting tokens issued by a private company, and they're doing it because they don't want to pay money to their vendors and software people and marketing people and all that. But Partha, shares and stocks, okay, the whole idea of all these things in the beginning, this was a stupid idea. Because if you look at the early, one of the first stock investments in .com was Yahoo, Netscape and IPO. അതിനുശേഷം യാഹൂ ഒക്കെ ആയിരുന്നു. ഇവിടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിരുന്നത് തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ആണ്. Those big venture capital firms in Silicon Valley were among the early investors, and they all had very carefully written investment conditions in the stock documents. Either we are coming in as category A shares. Category A shares you can't issue more without our approval. Category B shares you can issue, but they won't have voting rights. And they put a lot of conditions over there. If you want to issue new shares, then either you need our permission or you need to have a right of first refusal. You should first offer it to us, and if we choose not to buy, then you can issue it to others. And if you issue shares at a higher price, we should be allowed to buy the same shares at the same price that we bought it from. And if you look at the conditions that the VC firms investing in the first .com shares, they're all very tight conditions. Investors' rights are completely protected. In fact, you could argue that .com investments, the VC firms actually made a lot of money, at least in the initial part, you can argue. But anyway, I'm not getting into the details of that. What I'm trying to say is there is an incredible difference between buying a share in a company and buying a token in the ICO. ഓക്കെ, ഒരു 2 പോയിന്റ് ഇവിടെ. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ എത്തേറിയം പോലുള്ളൊരു ഇതിന്റെയൊക്കെ കോഡ് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എനിബഡി ക്യാൻ വെരിഫൈ. അപ്പൊ അതില് എത്തേറിയത്തിന്റെ സപ്ലൈ ഇസ് ലിമിറ്റഡ്. ഓൾറെഡി they established the supply is limited. I think 70 million or something. So ആ സപ്ലൈ ലിമിറ്റഡ് ആണെന്നുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് നേരത്തെ ലീഗലി എത്രമാത്രം ബൈൻഡിങ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ടെക്നിക്കലി അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ കോഡ് ബേസിൽ നമ്മൾ ഇത് ഈ സപ്ലൈസ് ലിമിറ്റഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സപ്ലൈ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത്രയും ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പോൾ they have to spend Ethereum for that. So that's how the value goes up for the Ethereum network. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ആക്ച്വലി, അതായത് എല്ലാ കറൻസിയും പിന്നെ ഒരു നമ്മളിപ്പോ ഈ കറൻസി ടെക്നോളജി അനലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ കോഡ് എവിടെയാണെന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കോഡ് ഈ പറയുന്ന കമ്പനിയുടെ അകത്താണെങ്കിൽ വി ഡോണ്ട് നോ വാട്ട് ദേ റിയലി റണ്ണിങ്. ആ സമയത്ത് കോഡ് പുറത്ത് വെച്ചിട്ടുള്ള പബ്ലിക് സ്പേസിൽ ഇപ്പൊ ഗിറ്റ് ഹബ് പോലെ സ്ഥലത്ത് കോഡ് വെച്ചിട്ടുള്ള വി ക്യാൻ ഗോ, എനിബഡി ക്യാൻ ഗോ ആൻഡ് വെരിഫൈ വാട്ട് എക്സാക്ട്ലി ദേ റണ്ണിങ്. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കണ്ടെന്ന് തോന്നുന്നു. Excellent. So very good session, Sarath. I think you've done a lot of very good research, and I think you've presented it very well.
it's a topic that is so difficult to explain because it's so difficult from, so different from traditional companies. I think you've done a wonderful job in explaining it. I think we have got this recorded, so I'm sure that it will be helpful for more people as they look into it, and is giving us a lot of food for thought. So great work, Sarath. Congratulations and a round of applause. Thank you. Thank you, everyone. We probably have a few minutes before we leave, but I think it's already getting too late. So we'll catch up again next month. It's as usual. It's on the first Sunday of the month from 10 a.m. Eastern time onwards. So hope to see all of you. And if any of you would like to present anything, please reach out to Pranav or Pradeepan or someone else, and we'll try to schedule you for the next session. Thank you so much. Thank you, guys. Good Thanks, day. everyone. Good day. Bye. Thank you. Thank you very much. Thank you all. Bye-bye. Thank you all.